കർത്താവിന് മഹത്വം. प्रभु को महिमा मिले ഒരു പുതിയ ദിവസവും കൂടെ കർത്താവ് നമുക്ക് തന്നല്ലോ. और एक नया दिन प्रभु ने हमें दे दिया. ഇന്നലെ നമ്മള് കർത്താവുമായുള്ള കൂട്ടായ്മയുടെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. कल हम लोग प्रभु यीशु मसीह के साथ के संगति की महिमा के बारे में विचार कर रहा था. അതിന്റെ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുണ്ട്. यदि हम उस संगति का महत्व या नेव हमारे जीवन में है तो उसके बारे में और भी कुछ बातें ध्यान करने के लिए है. നമ്മൾ ജന്മന അടിമകളായിരുന്നു. हम लोग जन्म से गुलाम थे. ദൈവ കോപത്തിന് അടിമകളായിരുന്നു. हम परमेश्वर के क्रोध की पात्र थे. സാത്താന്റെ അടിമയായിരുന്നു. और हम शैतान के गुलाम थे. പാപത്തിന് അടിമയായിരുന്നു. हम पाप के गुलाम थे. അങ്ങനെ പല രീതിയിൽ നമ്മൾ അടിമകളായിരുന്നു. हम ऐसा भिन्न भिन्न प्रकार में हम लोग गुलाम लोग थे. മിസ്രൈമിൽ വെച്ച് ദൈവജനത്തിന് ദൈവത്തെ ആരാധിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ കൂട്ടായ്മ പുലർത്താനോ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. इसराइल के संबंध में मिस्रैम में जब था वहां पर उनको प्रभु की आराधना करने के लिए या एक सच्चा आजादी के जीवन उनका जीवन में नहीं था. അപ്പോൾ ഇന്ന് നമുക്ക് വിശ്വാസിക്ക് കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുണ്ടായ അനുഭവത്തെ ചിത്രീകരിക്കുന്നതാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നു, ഫറവോൻ അടിമകളായിരുന്നു, അടിമവേല ചെയ്തു. അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, നിലമുണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ രീതിയിലും ഒരു ബന്ധനാവസ്ഥയിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കൂട്ടായ്മയുടെ അനുഭവം കൊടുക്കുന്നതാണ് പഴയ നിയമ ചരിത്രം. अभी हमारा जीवन में एक विश्वासी के संबंध में अगर देखेगा तो हमारा पहला जीवन कैसे था, उसका एक छाया था इसराइल का जीवन. इसराइल जब तक मिस्र में था, वो गुलामी में था, उनको परमेश्वर के साथ सच्चा आराधना करने के लिए, संगति करने के लिए एक मौका नहीं था, सच्चा आनंद नहीं था. हर प्रकार हर बात में वे लोग गुलाम के लोग थे. ये हमारे लिए इसराइल के लोगों के जीवन में जो आया वो एक छाया के रूप में है. एक प्रकार बोलेगा तो हमारे लिए एक बुद्धि उपदेश है. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്നും അടിമത്തിൽ നിന്നും കൊണ്ടുവന്ന് സ്വതന്ത്രമായ ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ദൈവജനത്തിനെല്ലാം ദൈവം സ്ഥലം വീതിച്ച് അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കുന്നുണ്ട്. जब इसराइल की गुलामी से प्रभु ने छुड़ा करके वायदा का देश जब कानान में जब लेकर आया, वहां पर हम देखते हैं कि उनका एक एक गोत्रों को, एक एक लोगों को उनकी योग्यता के अनुसार, गिनती के अनुसार देश को विभाजित करके प्रभु देते हैं. എല്ലാ ഗോത്രത്തിനും സമമായി തുല്യമായി വീതിച്ച് സ്ഥലം കൊടുത്തു. और हर एक गोत्रों को उनकी संख्या के अनुसार उनको भाग बांट करके दिया. ഇനി നിങ്ങൾ അടിമകളാകരുത്. अभी आप लोग वापस गुलाम नहीं बनना. കാരണം നിങ്ങൾക്ക് മിസ്രൈമിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി നിലമില്ല. जब मिस्र में था उस समय में आपको अपना खुद का खेती नहीं था. എന്നിട്ട് ഈ പുതിയ ഈ കനാൻ ദേശത്ത് കൊണ്ടുവരുമ്പോൾ പറയുകയാണ്, ഈ സ്ഥലം നിങ്ങൾക്ക് ഞാൻ തരുന്നെങ്കിലും എന്റെയാണ്, നിങ്ങൾ അത് വിൽക്കരുത്. ये देश में जब कनान देश में लेकर आकर के उनको ये देश देने के बाद में भी प्रभु एक व्यवस्था देता है कि ये मैं तुमको दिया तो भी वो तुम्हारा नहीं, वो मेरा देश है. അവിടെ നമുക്ക് 25 ലേവിയ പുസ്തകം 25 23 വാക്യം ഒന്ന് വായിക്കാം. लेवी 25 अध्याय का 23 वचन पढ़ेंगे. लेवी व्यवस्था उसका 25 अध्याय का 23 वचन. भूमि सदा के लिए बेची न जाए, क्योंकि भूमि मेरी है और उसमें तुम परदेशी और बाहरी हो. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ തന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുമ്പോൾ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം കൊടുക്കുവാണ്. जब प्रभु ने एक व्यक्ति को अपनी संगति में बुलाता है तो पूर्ण आजादी देता है. അങ്ങനെ ആ സ്വാതന്ത്ര്യം വിളംബരം ചെയ്തത് ദൈവം അവർക്ക് തുല്യമായി സ്ഥലം വിഭാവിച്ചു കൊടുത്തുകൊണ്ടാണ്. और उस आजादी को प्रभु ने इस रीति में घोषणा किया कि उनको बराबर में उस जगह को बांट कर दिया. പക്ഷേ ഈ സ്വാതന്ത്ര്യം നഷ്ടമാക്കരുത്. परंतु यहाँ पर एक व्यवस्था दिया था कि ये आजादी को तुम वापस गुलामी में जाने न देना. അതിന്റെ പരിജ്ഞാനം ഉണ്ടാകണം. इसका ज्ञान आपको होना. അതാണ് ഇവിടെ വായിച്ചത്. ये यहाँ पर हम पढ़ते സ്ഥലം हैं, വിൽക്കരുത്. ये जमीन को कभी भी बेच नहीं डालना. വിറ്റാൽ നീ എന്തായി തീരും? ये अगर बेचेगा तो क्या होगा? വീണ്ടും അടിമയാകും. वापस गुलाम बनेगा. മിസ്രൈമിലെ പോലെ അടിമയാകത്തില്ല, मिस्रैम की जैसा गुलाम नहीं बनेगा, പക്ഷെങ്കിൽ तो भी നീ അടിമയാകും. तो आप गुलाम बनेगा. എന്നാൽ ഈ അടിമത്തിൽ നിന്നും സ്വതന്ത്രരാക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് ദൈവം കൊണ്ടുവരുന്നത്. इस गुलामी से छुटकारा देने वाला एक व्यवस्था प्रभु लाता है. എങ്ങനെ പറഞ്ഞാൽ, സ്വന്തം ദേശത്ത് വന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചത് എന്താണ്? അന്യദേശത്ത് വേറൊരു വിദേശീയ രാജാവിനാൽ അടിമയായിരുന്ന സ്ഥിതിയിൽ നിന്ന് രക്ഷിച്ച് സ്വന്തം ദേശത്തേക്ക് വന്നപ്പോൾ ഈ സ്വാതന്ത്ര്യവും ഈ കൃപയും മറന്നുപോയ ഒരു വ്യക്തി വീണ്ടും
സ്വന്തം ദേശത്ത് അടിമയാകും. पहले हमने क्या सोचा कि जो अन्य देश में था वो उधरी गुलाम थे, उधर से उनको स्वदेश में लाया या प्रभु का देश में लाया, उनको लेकर आने के बाद में अभी यहाँ पर क्या हुआ, उसी देश में वो स्वयं और गुलाम बन जाते हैं. അപ്പം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം നാം ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയാൽ വീണ്ടും നമ്മൾ അടിമയാകുന്നു. जब हम प्रभु की संगति में आने के बाद में किसी प्रकार किसी धोखे में अगर हम दूर जाते हैं तो हम वापस गुलाम बन जाते हैं. എന്നാൽ അങ്ങനെയുള്ളവരെയും രക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ അത്യുന്നതമായ കൃപയെ വെളിപ്പെടുത്തുന്നതാണ് ഈ ലേവ്യ പുസ്തകം 25 അധ്യായം. ऐसा गुलामी में जाने वाले लोगों को भी वापस बचाने वाला एक व्यवस्था हमें दिखाने वाला बात है ये लेवी का किताब. അതിനാണ് നമ്മളവിടെ വായിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും സ്ഥലം ഒരു യഹൂദന് അല്ലെങ്കിൽ ഒരു എബ്രായന് എബ്രായർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. अभी यहाँ पर प्रभु का लोग कभी भी अपने लोगों के अलावा किसी को भेजने का व्यवस्था नहीं, अपना ही लोगों को भेज डालना है. അങ്ങനെ വിൽക്കപ്പെടുമ്പോൾ इसी रीति में भेजा जाता है. അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ ദരിദ്രനായി തീരുകയാണ്. अभी इस रीति का भेजा हुआ व्यक्ति जब प्रभु के उपस्थिति में आता है तो वो एकदम कंगाल बन जाते हैं. കാരണം ദൈവസന്നിധിയിൽ വരുന്ന ധനവാന്മാർ കൊണ്ടുവരേണ്ടത് കാളയാണ്. क्योंकि परमेश्वर की उपस्थिति में आने वाला धनवान लोग बैल लेकर के आना चाहिए. എന്നാൽ സ്ഥലം വിറ്റ് കളഞ്ഞാൽ അവൻ ആരായി തീരും? परंतु अपनी उस जमीन को भेजा जाने के बाद में वो कौन बन जाएगा? ദരിദ്രനാവും. वो दरिद्र बन जाएगा. അപ്പൊ നമുക്ക് ദൈവം ഏറ്റവും അതിമൂല്യമായ നിലയിൽ നമ്മളെ വിലപ്പെട്ടവരായി എണ്ണി ദൈവം ഉന്നതന്മാരാക്കിയിരിക്കുന്നെങ്കിലും നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള കൂട്ടായ്മയും അതിനുള്ള സംസർഗവും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ തീരെ വില കുറഞ്ഞവരായി പോകുന്ന ഒരു കാര്യമുണ്ട് നമുക്ക്. प्रभु ने हमको ये दुनिया से छुड़ा करके इतनी ऊंचा संगति दिया, इतना ऊंचा पदवी दिया. अगर ये बात जान करके उसमें बना नहीं रहेगा तो वापस भी हम लोग नीचे अवस्था में जाने वाला एक अनुभव हमारा है. എന്നാൽ ഇതിൽ നിന്നും ദൈവം നമ്മളെ കരുതുന്ന കരുതലിന്റെ പുസ്തകമാണ് വിമോചനമായ ഒരു ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ യോവേൽ സംവത്സരം എന്ന് പറഞ്ഞ യോവേൽ ഇയർ എന്ന് പറയുന്ന ഒരു ഇയറിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. परंतु इस बात में हम लोग इस प्रकार का गुलामी में गया तो इससे बढ़ करके हमें आजादी मिलने वाला एक व्यवस्था लेवी का किताब में है. उसको हम लोग योवेल संवत्सर कहता है. वो बारे में हम लोग यहाँ पर देखते हैं. അപ്പം ഒരാൾ സ്ഥലം വിൽക്കേണ്ടി വന്നു. यदि एक व्यक्ति को वो अपना जमीन भेजना पड़ा, അങ്ങനെ നമ്മളിപ്പോ ഒരു സ്ഥലം ഒരാൾക്ക് വിൽക്കുന്നത് പോലെ അല്ലത്. और हम लोग जैसा एक व्यक्ति को अपना खेती बेचता है ऐसा नहीं. സ്ഥലം വിറ്റാൽ अगर हम उस जमीन को बेच जाता है 50-ാം സംവത്സരം അതിൽ യഥാർത്ഥ ഉടമസ്ഥന് വാങ്ങിയ ആൾ അത് വിട്ടുകൊടുക്കണം. और उसका 50वां साल में जिसने खरीदा है वो जो जिसे खरीदा उसको वापस देना पड़ेगा. ഇതിനെയാണ് ഇയർ ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സംവത്സരം എന്ന് പറഞ്ഞൊരു സംവത്സരം തന്നെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. इसलिए इसराइल लोगों के बीच में एक जुबली वर्ष बोल करके एक वर्ष ही प्रभु ने तैयार किया. അത് നമുക്ക് ലേവ്യ പുസ്തകം 25 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. यहाँ पर हम लोग जब लेवी व्यवस्था 25 अध्याय का 8 से 10 तक का वचन पढ़ेगा तो इस जुबली वर्ष के बारे में आप देख सकता है. 7 विश्राम वर्ष अर्थात 7 गुणा 7 वर्ष गिन लेना. 7 विश्रामों को यह समय 39 वर्ष होगा. तब 7वें महीने के 10वें दिनों को अर्थात प्रायश्चित के दिन जय जयकार के शब्द के महाशब्द का नरसिंगा अपने सारे देश में सब कहीं पुकारना और उस 50वें वर्ष को पवित्र मानना और देश के सारे निवासियों के लिए छुटकारे का प्रचार करना. यह वर्ष तुम्हारे यहाँ जुबली कहलाए. उसमें तुम अपनी अपनी निज भूमि और अपने अपने घराने में लौटने पाओगे. ഇവിടെ നോക്കുക, സ്വാതന്ത്ര്യത്തിന്റെ ദിനം നിങ്ങൾ പ്രഖ്യാപിക്കണം, ഘോഷിക്കണം. यहाँ पर उन लोगों को बताया है कि आजादी का संवत्सर करके तुम्हें उसको घोषणा करना. അപ്പോൾ ഇവിടെ 50-ാം വർഷം എന്ത് ചെയ്യണം? यहाँ पर 50वां साल क्या करना? അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ദേശത്ത് വന്നു. अभी हम सोच लीजिएगा उदाहरण में हम अपने देश में आया. ദൈവവുമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും വേണ്ടതുപോലെ കൃഷി ചെയ്യാതെ സമയം മുഴുവനും വേസ്റ്റായി കളഞ്ഞപ്പോൾ അവന് ദാരിദ്ര്യം വന്നു. സ്ഥലം വേറൊരു സഹോദരന് കൊടുക്കേണ്ടി വരുന്നു. जब प्रभु के साथ का संगति में बराबर बना ना रहने का ऐसा अनुभव में खेती में अच्छा फल नहीं आया, आखिर में उनका गरीबी के कारण उसको अपना उस भूमि को दूसरे को देना पड़ा.
എന്നാൽ അങ്ങനെയുള്ള വ്യക്തി സ്വന്തം അപ്പം അവൻ വിൽക്കുമ്പോൾ അവന്റെ വീട് വിറ്റ് വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് പോകണം. अभी अगर उन्होंने बेच डाला है तो उसको वो छोड़ करके कहीं ना कहीं किराए पर जाना पड़ेगा. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വീണ്ടും സ്വന്തം സ്ഥലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃപയുടെ അനുഗ്രഹമാണ് ഈ ജൂബിലി ഇയർ. अगर इसी प्रकार भेजना पड़ा तो भी उनको उस अवस्था से वापस लेकर आने वाला परमेश्वर का प्रबंध के अनुसार का एक वर्ष है, एक जुबली वर्ष. അപ്പോൾ അവൻ മടങ്ങി വരുമ്പോൾ जब वो वापस आएगा അവൻ വിറ്റ സ്ഥലത്തേക്ക് വരികയാണ്. वो जहाँ उसने भेज डाला था वही जगह में वो वापस आते हैं. എന്താണ് ഇതിന്റെ അർത്ഥം? इसका अर्थ क्या है? ഇസ്രായേൽ മക്കൾക്ക് ദേശം അവർ 400 വർഷം വീടില്ലാതെ, സ്വന്തം സ്ഥലമില്ലാതെ, സ്വന്തം കിണറില്ലാതെ, സ്വന്തം മുന്തിരിത്തോട്ടമില്ലാതെ വെറും പരദേശികളെ പോലെ അലഞ്ഞു നടന്ന ഈ വ്യക്തികൾക്ക് ദൈവം ഈ അനുഗ്രഹം കൊടുത്തപ്പോൾ അവരവർക്ക് സ്ഥലം കിട്ടിയ ഭയങ്കര സന്തോഷമായി. अभी आप देखना जब 400 साल इसराइल लोग मतलब मिस्रैम की गुलामी में पड़ा था, उस समय में उनके लिए खेती नहीं था, घर नहीं था, कुआं नहीं था, उनका जो भी अपने लिए कुछ भी नहीं था. उस गुलामी में रहने वाला वो लोग अभी यहाँ पर आकर के ये सब मिल गया और उसको अगर वापस मिलने वाला ऐसा अनुभव आएगा वो कितना बड़ा आश्चर्य होगा. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പുതിയ നിയമത്തിലെ കാര്യങ്ങളുമായി നമ്മൾ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, അത് കൃപയാണ്, സമാധാനമാണ്, പരിശുദ്ധ, ഇത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നു. हमें ये बात को जानना, नया नियम का विश्वासी के लिए हमारे जीवन में हमें जानना है कि परमेश्वर का राज्य क्या है. वो खाना पीना नहीं है, वो धार्मिकता है और शांति या मेल है और पवित्र आत्मा से मिलने वाला वो आनंद है. അപ്പോൾ അത് ഒരു വിശ്വാസിക്ക് നഷ്ടമായാൽ अगर ये बात अगर एक विश्वासी के लिए अगर नष्ट हुआ അവ വേറെ എന്തിന്റെയോ അടിമയാണെന്നുള്ളതാണ്. वो जरूर और कुछ ना किसी बात का गुलाम बन गया करके दिखाता है. പക്ഷെ അവന് ഹോപ്പുണ്ട്. फिर भी उसको आशा है ദൈവം അവരൊരു 50ാം സംവത്സരം വെച്ചിട്ടുണ്ട്. क्योंकि उनके लिए प्रभु ने एक 50वां साल या जुबली वर्ष रखा है. അപ്പോൾ അവർക്കത് 50ാം വർഷമാണെങ്കിൽ अगर उनके लिए वो 50वां साल है तो നമുക്ക് ഇപ്പോൾ ഹൃദയം ഒന്ന് കർത്താവിലേക്ക് തിരിച്ചാൽ ഉടനെ നമ്മൾ ആ ജൂബിലി ഇയറിലേക്ക് വരികയാണ്. यदि हम हमारे लिए अगर हम ऐसा गुलामी में गया तो भी अगर हम प्रभु के और अपने मुंह अगर हमारा दिल मोड़े तो हम उस जुबली वर्ष में आ जाता है. നമുക്ക് എഫെസോസ് ആദ്യത്തെ സഭയെ കുറിച്ച് തന്നെ കർത്താവ് ഈ കാര്യം അവരെ ഓർമ്മപ്പെടുന്നുണ്ട്. जब आप मालूम है सातों मंडली का दूत जब प्रकाशित वाक्य में देता है तो उसमें पहला मंडली एफेसस का मंडली को ये संदेश देने के समय में प्रभु ये बात याद दिलाता है. നിങ്ങൾക്ക് ആദ്യം എന്നോടുള്ള കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആ സന്തോഷം, ആ സ്നേഹം ഇപ്പൊ ഇല്ല. आपको पहले जो मेरे साथ जो प्रेम था, आनंद था, वो अभी आपको मेरे साथ नहीं. അപ്പോൾ അതിന് മുകളിലുള്ള ഒരു സന്തോഷത്തിലേക്ക് വരാനല്ല പറയുന്നത്, അതിലേക്ക് തിരികെ വരാനാണ് പറയുന്നത്. अभी उससे भी बढ़ करके एक आनंद में आने के लिए नहीं बोला, उसी में वो जो पहले था वो आनंद में आने के लिए बोला. ഇത് തന്നെയാണ് ദൈവം യോവേൽ സംവത്സരത്തിൽ ചെയ്യുന്നത്. यही काम प्रभु ने इस 50वां साल में या जुबली वर्ष में करता है. ആ ജൂബിലിയിൽ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം, പ്രഖ്യാപിക്കണം, ഉദ്ഘോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം, കാഹളം ഊതണം. उस जुबली वर्ष में उन्होंने क्या करना चाहिए? उन लोग ये बात का घोषणा करना है, आनंद करना है और खुशी मनाना है. എത്ര സന്തോഷത്തിന്റെ അനുഭവമാണ്! ये कितना आनंद की बात है. നമ്മൾ പാപത്തിൽ വീണാലും यदि हम पाप में अगर गिर भी गया ഉടനെ തിരിച്ചു വന്ന് ഒരു ജൂബിലി സന്തോഷം, ഒരു കാഹളം ഊതുന്ന ഒരു സന്തോഷം ഒരു വ്യക്തിക്ക് ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്, ഒരു വിശ്വാസിക്ക്. हमें उसी समय में मन फिर करके वापस आकर के इस रीति में यहाँ पर जुबली वर्ष कहा गया, उस प्रकार का एक आनंद का प्रबंध प्रभु ने हमारे लिए किया है. അപ്പൊ നമ്മള് കർത്താവിന്റെ വചനം നമ്മളെ അവന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. प्रभु हमें अपने घर में लेकर आता है. അപ്പൊ ഈ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് കർത്താവ് പുതിയ നിയമസഭയോട്, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായത്തിൽ പറയുന്നത്, इसी एक व्यवस्था को रख करके प्रभु यीशु मसीह ने यूहन्ना का सुसमाचार 8वां अध्याय में कहता है. यूहन्ना का सुसमाचार 8 अध्याय അവിടെ യേശു കർത്താവ് പറയാണ്, वहां पर प्रभु यीशु मसीह कहता है, ഇതിന്റെ ആത്മീയ അർത്ഥം, इसका जो आत्मिक अर्थ जो है, ഒരാൾ, അതായത് അതിന്റെ ഈ പശ്ചാത്തലമുള്ള ഈ യോവേൽ സംവത്സരത്തിന്റെ പശ്ചാത്തലം അറിയുന്ന യഹൂദന്മാരോട് കർത്താവ് സംസാരിക്കുകയാണ്. क्योंकि जिन्होंने ये जुबली वर्ष के बारे में जानता है ऐसे यहूदियों से प्रभु यहाँ पर बात कर रहा है. അപ്പൊ കർത്താവ് അവിടെ പറയാണ്, അവിടെ കർത്താവ് തന്നിൽ വിശ്വസിച്ച് അതിന്റെ 8ാം അധ്യായത്തിന്റെ 31ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. जब हम उस 8 अध्याय का 31 वचन में ऐसे पढ़ता है, तब यीशु ने उन यहूदियों से जिन्होंने उस पर विश्वास किया था कहा, यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेले ठहरोगे. 32 കൂടെ. वापस 32. तुम सत्य को जानोगे और सत्य तुम्हें स्वतंत्र करेगा. നിങ്ങൾ സത്യം അറിഞ്ഞാൽ, अगर तुम सच्चाई जानोगे,
നിങ്ങൾ സത്യം അറിഞ്ഞാൽ നിങ്ങൾ തികച്ച സ്വതന്ത്രരാകും. अगर आप सच्चाई जानेगा तो सचमुच में स्वतंत्र हो जाएगा. നമ്മൾ യോബേൽ സംവത്സരത്തിൽ എന്താ ചിന്തിച്ചത്? अभी हमने उस 50वां वर्ष के बारे में, हमने जुबिली वर्ष के बारे में क्या सोचा था? ആ ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. जब प्रभु के साथ का संगति जब नष्ट हो गया तो वहां पर प्रभु का संगति नष्ट हो गया. പിന്നെ അവൻ അനേക നാളുകൾ അടിമയായി ജീവിക്കുകയാണ്. इसके बाद में वो बहुत से साल वो गुलाम बन करके जीते. എങ്കിലും ആ പഴയ സ്ഥിതിയിലേക്ക് അവനെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു. परंतु वो वापस की अवस्था में प्रभु वापस लाता है. അന്ന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. और वो दिन आपको आजादी के दिन है. അന്ന് നിങ്ങൾ കാഹളം ഊതണം. वो दिन में आपको तुरही भूखना है. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കണം. इसी रीति में आपको आजादी अनुभव करना है. ഇത് കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യമാണ്. ये हमें संगति में वापस लाने वाला प्रभु का प्रबंध ഈ है. പശ്ചാത്തലം അറിയുന്ന യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, ये बात को जाना हुआ यहूदियों से प्रभु यहाँ पर कहता है. അന്ന് ജൂബിലി ഇയറിന്റെ ദൈവം വെച്ച വ്യവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കർത്താവോട് പറയുകയാണ്. अभी उस समय में जुबिली वर्ष का व्यवस्था जो दिया था वो तुम लोगों ने नहीं जाना करके यहाँ पर यीशु मसीह यहूदियों को कहता है. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ സമയമായപ്പോൾ ഈ യഹൂദന്മാർ എത്രയോ 50 വർഷം കഴിഞ്ഞു. जब अभी प्रभु का समय आ गया है तो जब यहूदी लोग 50 साल पार कर दिया എന്നിട്ടും ഇവര് തിരികെ വന്നില്ല. तो भी वो लोग वापस नहीं आया. ഇപ്പോഴും അടിമകളാണ്. अभी तक गुलाम में. ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ये सुना तो उनको बहुत गुस्सा आ गया. നമുക്ക് അവർ ചോദിക്കുന്നുണ്ടോ? अभी वो लोग आगे जब बातों में क्या कहता है അതിന്റെ 33-ാം വാക്യം. उसका 33 वचन. उन्होंने उसको उत्तर दिया, हम तो अब्राहम के वंश से है और कभी किसी के दास नहीं हुए, फिर तू कैसे कहता है कि तुम स्वतंत्र हो जाओगे? നോക്കുക, देखिए അവർക്ക് ആ സത്യം അറിയത്തില്ല. അവർ സത്യം അറിയാമെന്നുള്ളൊരു നിലയിൽ ദൈവവുമായിട്ട് കൂട്ടായ്മ ഉള്ളവരെന്ന നിലയിൽ അവർ ജീവിക്കുക. പക്ഷെ അവർ കൂട്ടായ്മയില്ല. അവർക്ക് വചനത്തിന്റെ സത്യം അറിയത്തുമില്ല. उनको सच्चाई मालूम नहीं. उनको ऐसा लग रहा है कि हम अब्राहम की संतान है, हम परमेश्वर के लोग हैं, प्रभु के संगति में रहने वाले लोग हैं, परंतु वास्तव में उनको सच्चाई नहीं मालूम. അപ്പം കർത്താവ് അവിടെ ഒന്നുകൂടെ വിളിച്ചു പറയുകയാണ്, और उस समय में प्रभु और भी उसको क्लियर करके बताता है, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. मैं सच सच तुमसे कहता हूँ. കർത്താവിന്റെ പദപ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ സത്യം സത്യമായി അങ്ങനെ തന്നെ, അതിന് മാറ്റമില്ല. കർത്താവ് ആമീൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ തന്നെ അങ്ങനെ. നമ്മൾ ഇന്നലെ കണ്ടു ഏത് വാക്തത്വവും ക്രിസ്തുവിൽ ആമീൻ എന്നാണ്. प्रभु का वचन में प्रभु अगर आमेन आमेन कहता है तो प्रभु को ऐसा कहने की जरूरत नहीं. प्रभु एक बार भी अगर सच बोल दिया तो सच्ची है. कल भी जैसे हमने देखा था प्रभु का सारे जो वचन जो है या वायदा जो है उसमें हर एक बात में आमेन है, हाँ है, कोई ना नहीं. വേദപുസ്തകത്തിലെ എല്ലാ വചനവും ആമീനാണ്. प्रभु का हर एक वचन आमेन कहने वाला बात है. എന്നാൽ നമ്മൾ വളരെ പരിഗണനയിൽ എടുക്കേണ്ട ഒരു സത്യം പറയുമ്പോൾ കർത്താവ് പറയുകയാണ് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. परंतु हमारे जीवन में हम ज्यादा महत्व देना चाहिए उस बात के लिए प्रभु यहाँ पर कहता है आमेन आमेन मैं तुमसे कहता हूँ. നിങ്ങൾ അടിമകളാണ്. കാരണം പാപമെന്ന ഒരു യജമാനൻ നിങ്ങളെ കർത്തൃത്വം ചെയ്യുന്നു. तुम लोग गुलामी में हैं क्योंकि पाप का एक स्वामी उम्बर प्रभुता करके तुम्हें गुलाम बनाया है. എന്നിട്ട് പിന്നെ അടുത്ത കാര്യങ്ങൾ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്. फिर आगे को जब हम पढ़ता है तो वहां पर प्रभु ने वहां पर उन बातों को क्लियर कर दिया. उसका 34-35 वचन. यीशु ने उनको उत्तर दिया, मैं तुमसे सच सच कहता हूँ कि जो कोई पाप करता है वह पाप का दास है. दास सदा घर में नहीं रहता, पुत्र सदा रहता है. ഇവിടെ പറയാം ദാസൻ വീട്ടിൽ വസിക്കുന്നില്ല. अभी यहाँ पर कहता है कि दास जो है हमेशा घर में नहीं रहता. അപ്പോൾ ഈ ദാസന എവിടുത്തെ ദാസനാണ്? अभी ये दास काम का दास है. ദൈവത്തിൻ്റെതായ എല്ലാം വിട്ടുകളഞ്ഞു. परमेश्वर का सारे बातें छोड़ दिया. ദരിദ്രനായി. वो कंगाल हो गया. ഇപ്പൊ വേറൊരാണ് ദാസന. अभी और किसी का दास है. സ്വന്തം വീടില്ല. उनको खुद का घर नहीं. അപ്പോൾ വീട്ടിൽ വസിക്കുന്നില്ല. अभी वो घर में रहता ही नहीं. വേറെ വാടകയ്ക്കാണ് वो താമസിക്കുന്നത്. भी किराए पर रहता है. ഇതാണ് യഹൂദന്റെ അവസ്ഥ. ये यहूदियों का अवस्था है. അവർ ദൈവമക്കളാണോ? वो क्या वो परमेश्वर का जन नहीं क्या ആണ്. है? പക്ഷെങ്കിൽ മാനസാന്തരമില്ലാതെ പിന്മാറ്റ അവസ്ഥയിലാണ്. परंतु उनमें एक मनफरावट का अनुभव ना होते हुए एक बाइकराइडर बन करके पीछे हटा हुआ अनुभव में. അപ്പൊ നിങ്ങൾ ദാസനാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വസിക്കുന്നില്ല. अगर आप दास है तो आप घर में नहीं रहता. എന്നാൽ പുത്രൻ എന്നും വീട്ടിൽ വസിക്കും. परंतु पुत्र हमेशा घर में रहेगा. ഇവിടെ നമ്മൾ വായിക്കുന്നതിന്റെ 35-ാം വാക്യത്തിൽ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കും. अभी यहाँ पर उसके 35 वचन में यूहन्ना का सुसमाचार 8 अध्याय उसके 35 वचन में
प्रभु यीशु मसीह कहता है दास सदा घर में नहीं रहता, हाँ। पुत्र सदा रहता है। സാധാരണ ഇറ്റേണൽ എന്നാ. वो सदा रहने का मतलब अनंत काल, अनंतदा में। അപ്പൊ പുത്രനാണെങ്കിൽ अगर पुत्र है तो എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ऐसा बोलने का अर्थ ഈ क्या है? പുത്രൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല. ये पुत्र जो कहा गया ये प्रभु यीशु मसीह के बारे में नहीं, പിന്നെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ കുറിച്ചാണ്. ये नया जन्म पाया हुआ एक प्रभु का संतान के बारे में। അപ്പോൾ ഈ പുത്രൻ ये पुत्र എങ്ങനെയുള്ള പുത്രനാണ്? एक ऐसा पुत्र है। അടുത്ത ഭാഗത്ത് പറയുന്ന ഒരു പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയവനാണ് പുത്രൻ. अभी അടുത്ത വാക്യം पुत्र വായിക്കാം. स्वतंत्र किया हुआ व्यक्ति पुत्र है करके उसका 36 वचन में हम पढ़ता है। इसलिए यदि पुत्र तुम्हें स्वतंत्र ആ करेगा, അപ്പൊ സ്വാതന്ത്ര്യം വരുത്തുന്ന ഒരു പുത്രനുണ്ട്. अभी हमें आजादी देने वाला एक पुत्र है, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏകജാതനായ പുത്രനാണ്. वो प्रभु यीशु मसीह जो परमेश्वर का एकलौता पुत्र है। ഈ പുത്രൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവൻ പുത്രനാണ്. अगर ये पुत्र जो परमेश्वर के एकलौता पुत्र अगर एक व्यक्ति को आजादी देता है तो वो भी पुत्र बनेगा, ആ പുത്രനാണ് എന്നേക്കും വീട്ടിൽ വസിക്കും. और वो पुत्र हमेशा घर में रहेगा। നോക്കുക, എന്നേക്കും വീട്ടിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ കാര്യമാണ്. നമ്മൾ ആ മുടിയനായ പുത്രനെ കാണുന്നുണ്ട്. കൂട്ടായ്മയില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു മനുഷ്യൻ വീട്ടിലല്ല. हमेशा घर में रहने का अर्थ क्या है? ये प्रभु का साथ का संगति को बताता है। अभी हम उड़ाव पुत्र के बारे में हमने देखा, उड़ाव पुत्र क्या किया? वो घर छोड़कर चला गया, वो प्रभु का संगति में नहीं है। ഇവിടെ നോക്കുക, നമുക്ക് നിത്യമായിട്ട് അന്ത്യമില്ലാത്ത രീതിയിൽ ഒരിക്കലും തീർന്നു പോകാത്ത നിലയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ പോകുന്നതിന്റെ ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. प्रियो, हमें ये बात को जानना है कि यहाँ पर इस रीति के एक संगति में प्रभु हमको लेकर आता है। वो संगति कभी अंत नहीं होता, अनंतता का, नित्यता में हम प्रभु के साथ संगति करते रहेगा। वो बात का अनुभव में प्रभु यहाँ पर हमें लेकर आता है। അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? अभी इस बात को हम क्या करता है? ദൈവത്തിന്റെ പുത്രൻ उस परमेश्वर का पुत्र ഏതൊരു പാപിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുവോ जो पापी को आजादी देता है, അവൻ എന്നേക്കും വീട്ടിൽ വസിക്കും. वो व्यक्ति जो आजादी पाया वो हमेशा घर में रहेगा। ആ വ്യക്തിക്ക് എന്നും പിതാവിനോട് കൂട്ടായ്മയുണ്ട്. उस आजादी पाया हुआ व्यक्ति पुत्र को पिता के साथ हमेशा संगति है। അപ്പോൾ നമുക്ക് ലഭിച്ച കൂട്ടായ്മ നഷ്ടപ്പെട്ട് കളഞ്ഞിട്ട് ഒരു യോവേൽ സമസ്യ, അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് എല്ലാ ദിവസവും കാഹളം ഊതും. इस प्रकार की संगति में रहने वाला एक पुत्र है तो हर रोज वो ललकारेगा, वो तुरगी फूकेगा। അവിടെ നമ്മൾ 25-ാം വാക്യത്തിൽ അന്ന് ആ യോവേൽ സമത്സരത്തിന്റെ ആ ദിവസം അന്ന് ഡിക്ലെയർ ചെയ്യണം, പ്രൊക്ലെയിം ചെയ്യണം, പ്രസ്താവിക്കണം എന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. अभी यहाँ पर हमने 25वां अध्याय में जो जुबली वर्ष में एक काम को उसको मतलब घोषणा करना है करके हम लोग वहां पर पढ़ा था। അവിടെ നിങ്ങൾ പ്രസ്താവിക്കണം. वहां पर आपको ये बात का घोषणा करना है। അപ്പോൾ അത് എന്താണ് അർത്ഥം? उसका अर्थ क्या है? ഞാൻ സ്വതന്ത്രനായി. मैं आजाद हूँ। പണ്ട് മിസ്രൈമിൽ സ്വതന്ത്രരായതിനെ കുറിച്ച് അവിടുന്ന് കൊണ്ടുവന്നതിന് സന്തോഷം ഇവിടെ ദേശത്ത് വന്നപ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ സന്തോഷമായി. जब मिस्रैम से जब कनान देश में जब लेकर आया तो वहां पर प्रभु का संगति मिलने के कारण एक खुशी है, वो तो खुशी है ही। അങ്ങനെ ദൈവസന്നിധിയിൽ സന്തോഷിച്ചു. उस समय में प्रभु के उपस्थिति में लोग आनंद मनाया। എന്നാൽ ആ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാൽ परंतु उस संगति से जब अलग हो जाता है അവൻ എന്നേക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല, वो हमेशा के लिए नष्ट नहीं होता, എന്നാൽ കൂട്ടായ്മ നഷ്ടപ്പെടും. परंतु संगति नष्ट होता है। അപ്പോൾ നമ്മൾ ദാവീദിന്റെ കാര്യം എടുത്ത് നമ്മൾ ഇന്നലെ ആ കാര്യം ചിന്തിച്ചതാണ്. कल हमने दावीद के अनुभव के बारे में हमने उस बात का विचार किया था। അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ जब हम प्रभु की उपस्थिति में आते हैं, ഇത് സഭയായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. ये सारे मंडली मिलकर के प्रभु की एक व्यवस्था है। അപ്പൊ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 26-ാം വാക്യം. जब प्रभु में के संबंध में भी प्रभु इस बात को कहता है, पहला कोरिन्थी उसका 11 अध्याय का 26 वचन में, ഒരു സ്വാതന്ത്ര്യം ലഭിച്ച വ്യക്തി കാഹളമോതി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ അതേ പദമാണ് ഇവിടെ 1 കൊരിന്ത്യർ 11-26-ാം വാക്യത്തിൽ പറയുന്നത്. जब 50वां साल में जुबिली वर्ष में वो ललकार कर जो कहना चाहिए वही बात को यहाँ पर पहला कोरिन्थी 11 अध्याय का 26 वचन में कहता है, क्योंकि जब कभी तुम ये रोटी खाते और इस कटोरे में से पीते हो तो प्रभु की मृत्यु को जब तक वह न आए प्रचार करते हो। അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. उसकी मृत्यु की प्रचार करते हैं। അതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? ഞാൻ ജൂബിലി ഇയറിലേക്ക് വന്നിരിക്കുന്നു, मैं उस जुबिली वर्ष में आ गया, എല്ലാം വീണ്ടെടുത്തിരിക്കുന്നു. क्योंकि सारे बातों को वापस छुटकारा का अनुभव में लाया। ഇപ്പോൾ ഞാൻ കൂട്ടായ്മയിലാണ്. अभी मैं संगति में हूँ, കാരണം നമ്മൾ ആ മേശ എടുക്കുമ്പോൾ പറയുകയാണ് ഇത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. क्योंकि हम उस मेष लेने के समय में हम बोलते हैं कि ये मसीह की लहू की सौभाग्यता, എന്ന് പറഞ്ഞാൽ ഈ രക്തമുഖാന്തരം എനിക്ക് പിതാവിലേക്ക് പ്രവേശനം ലഭിച്ചു. क्योंकि इस लहू के द्वारा
द्वारा मुझे पिता की ओर प्रवेश मिला। ഈ രക്തമുഖാന്തരം അല്ലെങ്കിൽ യേശുവിന്റെ മരണമുഖാന്തരം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. प्रभु यीशु मसीह की मृत्यु के द्वारा मैं अनंतता में प्रवेश किया। ഈ ക്രിസ്തുവിന്റെ മരണനിമിത്തം ഞാൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ചു. प्रभु यीशु मसीह की मृत्यु के द्वारा स्वर्ग का सारे आत्मिक आशीषों में मैं प्रवेश किया। എത്ര വലിയ സ്വാതന്ത്ര്യമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. इतना बड़ा आजादी को हम घोषणा करता है। നമ്മൾ വിശ്വാസികളെല്ലാം കാഹളം ഊതുകയാണ്. अप्रियो हम सारे विश्वासी उस समय में एक बड़ा प्रचार कर रहा है। നമ്മൾ ഒരു ഉത്സവം ആചരിക്കുകയാണ്. हम एक पर्व मना रहा है। നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. हमारा पसह का मेमना का वधु हुआ। ഇനി നമ്മൾ അടിമകളല്ല, अभी हम गुलाम नहीं, നാം സ്വതന്ത്രരാണ്. हम स्वतंत्र है। ഇത്ര സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. पुत्र हमने स्वतंत्र किया है। ഈ കർത്താവിനെ ആരാധിക്കുന്ന സഭയായിട്ട് കൂടി വരുമ്പോൾ എന്തൊരു ഉത്സാഹമാണ്, എന്തൊരു സന്തോഷമാണ്. കാരണം ഒരു ജൂബിലി ഇയർ ആണ് അവർക്ക്. प्रियो मंडली मिलकर के जब हम आराधना करता है तो वो एक जुबली वर्ष है। कितना बड़ा आनंद है, बयान नहीं कर सकता, कितना अनोखी बात है। നമ്മൾ അവന്റെ സ്വാതന്ത്ര്യം, ഈ പുത്രം വരുത്തിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. क्योंकि हम इस पुत्र ने हमें दिया हुआ उस आजादी को हम यहाँ पर प्रचार करता है, घोषणा करता है। അപ്പൊ അവിടെ ആ മേശയുടെ ആ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ जब हम मेष की ओर जब आता है, നമ്മൾ പാപം പരിഹരിക്കപ്പെടാനല്ല മേശയിൽ പങ്കെടുക്കുന്നത്. प्रियो हम अभी हमें पाप से छुटकारा मिलने के लिए हम मेष में प्रवेश नहीं कर रहा है या उसके आचरण नहीं कर रहा है। നമുക്ക് വിടുതൽ കിട്ടിയത് കൊണ്ടാണ്. प्रियो हमें प्रभु ने छुटकारा दिया, इसलिए हम उसको अनुभव लेते हैं। നമ്മൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ആരാധിച്ച് വിടുതൽ പ്രാപിക്കാം എന്നുള്ളൊരു പ്രയോഗം പലപ്പോഴും ഇവിടെ നാസിക് സഭയിൽ എന്നല്ല, മഹാരാഷ്ട്രയിൽ എന്നല്ല, ഞാൻ കേരളത്തിൽ സാധാരണ സഹോദരന്മാർ ഉപയോഗിക്കുന്ന ഒരു പദം, നമുക്ക് ആരാധിച്ച് വിടുതൽ പ്രാപിക്കാം. कई लोग कई जगह पर हम लोग ऐसा बात भी सुनने में आता है, हम आराधना करके छुटकारा पाएंगे। ऐसे के शब्द, आराधना करके छुटकारा पाएगा, ऐसा है क्या? ऐसा बोलते हैं कई लोग। ഒരിക്കൽ അടിമലോകത്തിൽ ആയിരിക്കുന്ന ഒരാൾക്ക്, അതുകൊണ്ടാണ് മിസ്രൈമിൽ ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിച്ചില്ല. प्रियो हमें ये बात को जानना है कि हम कोई भी आराधना करके छुटकारा नहीं, इतना ही नहीं, मिस्रईम में रहने के समय में उन लोग आराधना करके छुटकारा नहीं पाया। മോശ അഹരോനും ചെന്ന് ഫറവോനോട് പറയുകയാണ്, ഞങ്ങളുടെ യഹോവയെ ഞങ്ങൾക്ക് ആരാധിക്കണം. അതിന് നിനക്ക് ഇവിടെ ആരാധിച്ചോളാം. जब मोशे और अहरोन जाकर के फरौन से कहा कि हमारा परमेश्वर हमें प्रकट होकर कहा है कि हमें प्रभु का आराधना करना है, फरौन क्या बोलते हैं, तुम इधर ही आराधना कर लो। അപ്പോൾ സാത്താൻ ഒരു തന്ത്രമാണ്. കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് പറഞ്ഞിട്ടുണ്ട്, സാത്താൻ തന്ത്രങ്ങളെ അറിയണം. आपको जानना चाहिए कि यहाँ पर वो एक तंत्र बनाता है, क्योंकि हमको प्रभु का वचन कहता है शैतान की उस कुयुक्ति से या तंत्रों से हम अज्ञान नहीं, तंत्र जानना चाहिए। അപ്പൊ സാത്താന്റെ തന്ത്രം എന്താണ്? शैतान किस प्रकार धोखा का उपाय निकालता है? നിങ്ങൾ എന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു. हाँ, तुम मेरे पास बैठ करके मेरे साथ रह करके तुम प्रभु का आराधना करो। അടിമത്തത്തിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുക. उस गुलामी में रह करके तुम आराधना करो। എത്ര വഞ്ചനയാണ്! कितना बड़ा धोखा है! ഇത് തന്നെയല്ലേ നമ്മൾ ആരാധിച്ച് വിടുതൽ പ്രാപിക്കാന്ന് പറയുന്നത്? यही सही शब्द है कि हम आराधना करके छुटकारा पाएंगे करके कहना। പിന്നെ നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ തന്ത്രം അപ്പൊ മോശ സമ്മതിച്ചില്ല. हम देखते हैं कि शैतान का वो तंत्र है करके प्रभु मोशे ने जाना, इसलिए मोशे वो बात को नहीं माना। ഞങ്ങൾക്ക് ഈ മിസ്രയീം ദേശം വിട്ട് 3 ദിവസത്തെ വഴിദൂരം പോയി വേണം ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ. मोशा फरौन से कहता है कि हमें यहाँ से 3 दिन की यात्रा करके मरुस्थल में जाकर के प्रभु की आराधना करना। അപ്പം ഫറവോൻ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം യാത്ര ചെയ്യണം അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഭാര്യമാരും പിള്ളാരും ഈ കന്നുകാലികളും ഒക്കെ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ ആദ്യം പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കട്ടെ, കാരണം പുരുഷന്മാർ മാത്രം പോയി ആരാധിക്കും. अभी यहाँ पर हम देखते हैं कि वापस भी फरौन उपाय निकालता है। वो बोलते हैं अच्छा तुमको आराधना करना है ना, ठीक है ऐसे करो, पत्नी और बच्चा मानो ये जानवर सब इधर ही रहने दो, तुम लोग जवान लोग है ना, आदमी लोग जाओ और आराधना करके आओ। അതിന് മോശ സമ്മതിച്ചില്ല. और उसमें भी मोशा ने वो माना नहीं। പിന്നെ പറഞ്ഞു, എന്നാ നിങ്ങളുടെ ഭാര്യയും പിള്ളാരും എല്ലാം കൊണ്ടുപോകും, നിങ്ങളുടെ കന്നുകാലികൾ ഇവിടെ നിൽക്കട്ടെ. फिर वापस में फरौन ने क्या बोला, चलो ठीक है, इन लोग बहुत दबाव कर रहे हैं तो ठीक है, तुम्हारा पत्नी और बच्चा भी आने दो, लेकिन ये काम करो, जानवर इधर रहने दो। അനേകർ ഇതിനകത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുക. प्रियो ऐसा रीति में शैतान की धोखे में बहुत से लोग धोखा खाया हुआ है। ഞങ്ങളുടെ കന്നാലികളൊക്കെ എവിടെയാണ്? ഞങ്ങളുടെ സമ്പത്ത് എവിടെ ഇരിക്കണം? മിസ്രൈമിൽ ഇരിക്കണം. अभी हमारा संपत्ति कहाँ पर है, हमारे जानवर कहाँ पर है? मिस्र में।
പക്ഷേ ഞങ്ങൾ എങ്ങോട്ട് പോവാണ്? परंतु हम कहाँ जा रहे हैं? സ്വർഗത്തിലേക്ക് പോവാ. हम स्वर्ग में जा रहे हैं. അതൊരിക്കലും സാധ്യമല്ല. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. प्रियो, ये कभी भी नहीं हो सकता, क्योंकि प्रभु का वचन कहता है ध्यान तुम्हारा धन है, वाम तुम्हारा मन है. നമ്മൾ ആരാധിക്കേണ്ടത് ഹൃദയം കൊണ്ടല്ലേ? प्रियो, हमें पूरा मन से प्रभु की आराधना करना है. അതുകൊണ്ട് ഹൃദയം ഇസ്രായേലിൽ വെച്ചിട്ട് എങ്ങനെ ആരാധിക്കാൻ പറ്റും? प्रियो, ये धन हम इस्राएल में लेकर के कैसे प्रभु को सच्चा मन से आराधना कर पाएगा? നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിൽ പിതാവിന് വലത്തുഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തുവിൽ വെക്കാനാണ് പറയുന്നത്. प्रियो, हमारा मन भी वहां पर रखना है जहाँ पर प्रभु यीशु मसीह पिता की दाहिनी ओर बैठा, वहां पर रखना. മോശ പറയുകയാണ്, मोशे यहाँ पर कहता है, ഞങ്ങളുടെ മൃഗത്തിന് ഒരു കുളമ്പ് പോലും ഈ മിസ്രൈമിൽ ശേഷിക്കില്ല. കാരണം ഞങ്ങളുടെതാണ്, ഞങ്ങളുടെ ദൈവം. കാരണം ഏതിൽ നിന്ന് എടുത്താണ് ഞങ്ങളുടെ യഹോവയെ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഏത് കന്നാലിയാണ് അർപ്പിക്കുന്നത്, നമ്മുടെ എല്ലാ കന്നാലിയും ഞങ്ങൾക്ക് കൊണ്ടുപോകണം. परंतु यहाँ पर मोशा वो बात को नहीं माना, फरवो के बात को नहीं माना. वो बोलता है कि हमारे सारे जानवर भी आएगा, क्योंकि इस यात्रा में हमें आराधना करने के लिए इसमें से कौन सा प्रभु को दे रहे हैं हमको मालूम नहीं. इसलिए एक छोटा प्राणी भी पीछे नहीं रहेगा, हमारे साथ आएगा. കർത്താവിന്റെ വചനത്തിലുണ്ട്, സത്യം വിൽക്കരുത്. प्रियो, प्रभु का वचन में नीति वचन 23 में लिखा है कि सच्चाई को बेचना नहीं. നമ്മൾ അല്പമായ ഭൗമികമായ ലാഭത്തിന് വേണ്ടി ദൈവത്തിന് സത്യങ്ങളെ വിൽക്കരുത്. നമ്മൾ വചനം കൂട്ടിക്കളയരുത്. प्रियो, इस दुनिया की लाभ के लिए प्रभु का वचन को टेढ़ा मूढ़ा ना करे, उसमें से ना निकाले, ना जोड़े. അപ്പോൾ ജൂബിലി ഇയറിൽ നമ്മൾ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ഇനി പുതിയ നിയമത്തിൽ എങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കണം, കൂട്ടായ്മയ്ക്കായിട്ട് അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. जुबली वर्ष में हमें कैसे क्या करना चाहिए, नया नियम की मंडली कैसे क्या करना चाहिए, उसके बारे में हम नया नियम की मंडली के ऊपर हम थोड़ा विचार करने जा रहे हैं. നമുക്ക് ഇനിയും അവര് കനാൻ ദേശത്ത് വന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്, ഇസ്രായേലല്ല. क्योंकि हमको मालूम है जो इसराइल लोगों को ये जुबली वर्ष इस्राएल में मनाना नहीं, कनान देश में, वायदा के देश में आने के बाद मनाना था. അപ്പോൾ അവര് അവിടെ 26 അധ്യായം, अभी उन लोग उस 26 अध्याय में ഒന്ന് അടിമത്തിൽ ആയിപ്പോയതിനു ശേഷം വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയെ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. पहली बात इसमें एक बात है कि जो गुलामी से छुटकारा पाया वो व्यक्ति एक बात को घोषणा करना या प्रचार करना. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവർക്ക് ദേശം വിറ്റിട്ടില്ല. परंतु कुछ लोगों के संबंध में वे लोगों ने उनका जमीन को या भूमि को नहीं बेच डाला, അവർ കൃഷി ചെയ്തു, वो लोगों ने खेती किया, അവർ ധനികരായി തീർന്നു, वो लोग धनवान बना, അവർ എപ്പോഴും ദൈവവുമായുള്ള കൂട്ടായ്മയിലാണ്. वो लोग हमेशा प्रभु की संगति में है. അങ്ങനെയുള്ളവർ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആവർത്തന പുസ്തകം 26 അധ്യായം വായിക്കുന്നത്. ऐसा लोग घोषणा करने वाले एक बात हम लेवी व्यवस्था में അത് ആവർത്തന പുസ്തകം. अच्छा, व्यवस्था वरण 26 अध्याय में पढ़ता है. व्यवस्था वरण 26 अध्याय നമ്മൾ കണ്ടു, ദേശം വിൽക്കരുത് എന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞവർക്കാണ് വിമോചന സംവത്സരം ഉള്ളത്. हमने ये बात को देखा कि जो भूमि को नहीं बेच डालना, अगर बेच नहीं डाला वो लोगों के लिए इस प्रकार का हमारा 50 साल का इस त्योहार है. എന്നാൽ ദൈവഹിത പ്രകാരം ദൈവത്തിന്റെ സ്ഥലം കൃഷി ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവരെ സംബന്ധിച്ചോളം അവർ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. अभी यहाँ पर हम वो बात को देख रहा है कि जो लोगों ने प्रभु ने दिया हुआ भूमि में खेती किया और उसको फसल मिला और वो खुशी मिला, वो लोग जो प्रचार करना चाहिए, घोषणा करना चाहिए, वो बात के बारे में हम इस 26 अध्याय व्यवस्था वरण 26 अध्याय में पढ़ता है. അതാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്തീയ സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. ये जो बात इसलिए आपको बता रहा हूँ कि ये हमारा मसीह जीवन में, ये हमें अनुदिन जीवन में हमको लाना, अलो करना जरूरी बात है. നമുക്ക് 26 1-2 വാക്യം ഒന്ന് വായിക്കാം. उसका 26 अध्याय का व्यवस्था वरण 26 अध्याय का 1-2 वचन पढ़ेंगे. फिर जब तू उस देश में जिसे तेरा परमेश्वर यहोवा तेरे नीच भाग करके तुझे देता है पहुंचे और उसका अधिकारी होकर उसमें बस जाए, तब जो देश तेरा परमेश्वर यहोवा तुझे देता है उसके भूमि की भांति भांति की जो पहली उपज तू अपने घर लाएगा, उसमें से कुछ टोकरी में लेकर उस स्थान पर जाना जिसे तेरा परमेश्वर यहोवा अपने नाम का निवास करने को चुन ले. ഇവിടെ നോക്കുക, എന്തിനാ ദേശം കൊടുത്തത്? इसलिए देश दिया था. ഞാനുമായിട്ടുള്ള, നിങ്ങൾക്ക് ഈ ദേശം തന്ന യഹോവയുമായിട്ടുള്ള ഒരു കൂട്ടായ്മ വേണം. तुम्हें ये देश दिया हुआ यहोवा परमेश्वर के साथ एक संगति चाहिए. നമ്മൾ വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. അതായത് പുറപ്പാട് പുസ്തകം 20-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. जब निर्गमन का किताब 20 अध्याय का दूसरा वचन में, निर्गमन 20 अध्याय का 2. मैं तेरा परमेश्वर यहोवा हूँ जो तुझे
दासवत के घर अर्थात मिस्र देश से निकाल लाया हूँ। നോക്ക, ഞാൻ ആരാണ്? मैं कौन हूँ? നിന്നെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് നിന്നെ സ്വതന്ത്രനാക്കിയ യഹോവയാണ്. मैं तुम्हें दासत्व की घर से स्वतंत्र किया हुआ यहोवा हूँ। അപ്പൊ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയതിന്റെ അടയാളമാണ് ദേശം. मैं तुम्हें आजाद दिया, उसका एक चिन्ह में तुमको देश मिला। നീ ആ ദേശം നീ കൃഷി ചെയ്യണം. अभी तुम्हें वो देश को खेती करना है। മടിയനായി പോയാലോ तुम अगर आलसी बने तो എന്റെ അടുക്ക വരാൻ പറ്റത്തില്ല. കാരണം എന്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ ആ ദേശം കൃഷി ചെയ്ത് ഫലവുമായിട്ട് വരണം. क्योंकि तुम मेरे पास नहीं आ पाएगा, क्योंकि मेरे पास आना है तो तुझे खेती करके उसका फल लेकर के आना है। അപ്പൊ ദേശം ഒരാൾക്ക് കൊടുത്തിട്ട് പിന്നെ വാടക വീട്ടിൽ താമസിച്ചാൽ എന്ത് കൃഷി ചെയ്തുകൊണ്ട് വരും? अगर आप सोचिए देश एक आदमी को दिया और आप किराए का घर में रहता है तो आप प्रभु को बस में आने के टाइम पर क्या लेकर आएगा? അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, अभी यहाँ पर हम पढ़ता है, ഞാൻ ദേശം തരുന്നത് मैं ये जो देश तुम्हें जो देता है എന്തിനാണ്? किस लिए? നീ അത് കൃഷി ചെയ്യണം. तुम उसको खेती करना। ഞാൻ നിന്റെ സ്ഥലം നിന്റെ അല്ല, ये बात याद रहना, ये जमीन तेरा नहीं, ഞാൻ നിന്നെ കൃഷി ചെയ്യാൻ തരികയാണ്. मैं तुझे खेती करने के लिए दे रहा हूँ। അത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആദ്യം തന്നെ മോശയും പിന്നെ അഹരോനും ചെയ്തു പറഞ്ഞു, നിങ്ങള് ഇന്ന് കാണുന്ന ഈ ഈ ഈ ദേശമല്ല കനാൻ ദേശം. आप मूसा और अहरोन इसराइल लोगों को बोलता है कि आज जो जुम देखता है ये देश नहीं है सच में कनान देश। കനാൻ ദേശം എങ്ങനെയുള്ളതാണ്? कनान देश कैसा देश है? അവിടെ ധാരാളമായി മഴവെള്ളം പെയ്യുന്ന സ്ഥലമാണ്. वहां पर बहुत बारिश बरसता है। അവിടെ വേണ്ടി നമുക്ക് വായിക്കാം 11 അധ്യായം, ആവർത്തന പുസ്തകം 11 അധ്യായം. उस व्यवस्था का किताब 11वां अध्याय, അവിടെ അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. उसका 9 वचन से जब हम पढ़ता है, जब व्यवस्था विवरण 11 अध्याय का 9 से, और उस देश में बहुत दिन रहने पाओगे जिसे तुम्हें और तुम्हारे वंश को देने की शपथ यहोवा ने तुम्हारे पूर्वजों से खाई थी, और उसमें दूध और मधु की धाराएं बहती है। देखो, जिस देश के अधिकारी होने को तुम जा रहे हो वह मिस्र देश के समान नहीं है, जहाँ से निकाल कर आए हो, जहाँ तुम बीज बोते थे और हरे सांस के खेत की रीति के अनुसार अपने पाँव से नालियां बनाकर सींचते थे। परंतु जिस देश के अधिकारी होने को तुम पार जाने पर हो वह पहाड़ों और तराइयों का देश है और आकाश की वर्षा के जल से सींचता है। वह ऐसा देश है जिसकी तेरे परमेश्वर यहोवा को सुधि रहती है, और वर्ष के आदि से लेकर अंत तक तेरे परमेश्वर यहोवा की दृष्टि उस पर निरंतर लगी रहती है। और यदि तुम मेरी आज्ञाओं को जो आज मैं तुम्हें सुनाता हूँ ध्यान से सुनकर अपने संपूर्ण मन और सारे प्राण के साथ अपने परमेश्वर यहोवा से प्रेम रखो और उसकी सेवा करते रहो। ഈ ദേശത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. നിങ്ങൾ अभी ये देश की आशीष के बारे में प्रभु कह रहा है। നമുക്കതൊന്ന് ആത്മാവിലൊന്ന് മനസ്സിലായ എന്തൊരു ആനന്ദമാണ്. प्रियो, अगर वो बातों को अगर हम आत्मा में अगर समझे तो कितना बड़ा आनंद है। ആത്മാവിന്റെ ഊറ് വ്യാപാരവും ഇല്ലാത്ത ഒരു ദേശത്താണ് നിങ്ങൾ ഇത് വസിച്ചിരുന്നത്. प्रियो, यहाँ पर वो लोग रहते थे, वहां पर आत्मा का कोई काम नहीं थे। നമ്മൾ നേരത്തെ പറഞ്ഞു, കൂട്ടായ്മയ്ക്ക് ഏറ്റവും ആവശ്യം പരിശുദ്ധാത്മാ ഉണ്ടായിരിക്കണം. प्रियो, हमें संगति करने के लिए सबसे जरूरी बात है हमें पवित्र आत्मा होना चाहिए। എന്നാൽ നിങ്ങൾ ചെല്ലുന്ന കൈവശമാക്കുന്ന ഞാൻ തരുന്ന ദേശം ഏറ്റവും ബെസ്റ്റ്, ലോകത്തിൽ ഏറ്റവും നല്ല ദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. जब प्रभु उनको कहता है कि मैं तुम्हें जो देश देता हूँ ये दुनिया का सबसे अच्छा देश मैं तुम्हें दे रहा हूँ। മലകളും പർവ്വതങ്ങളും നീരൊഴുക്കുകൾ 24 മണിക്കൂറും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന वहां पर पहाड़ी भी है, तराई भी है, इतना ही नहीं सारे समय पानी बरसते रहता है। അങ്ങനെയുള്ള ദേശമാണ് ഞാൻ തരുന്നത്. ऐसा एक अनोखा देश मैं तुम्हें दे रहा हूँ। ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഇരിക്കുന്ന ദേശമാണ്. मतलब उस साल के शुरू से लेकर आखिरी तक मेरी दृष्टि उस पर लगी रहती है। അപ്പോൾ ആ ദേശത്ത് കൃഷി ചെയ്താൽ വിളവുണ്ടാവുമോ? क्या ऐसा देश में जिस देश को प्रभु देखते रहता है वहां पर खेती करेगा तो फल मिलेगा कि नहीं? കൃഷി ചെയ്ത് ധനവാനാകണം. प्रियो, खेती करते 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 आपको धनवान होना है। പക്ഷേ അവരെന്ത് ചെയ്തു? परंतु उन्होंने क्या किया? പലരും ദരിദ്രരായി. वो कई लोग कंगाल हो गया। കാരണം ദൈവം കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ചുള്ള അതിന്റെ നന്ദിയില്ല, ദൈവത്തോടൊരു നന്ദിയില്ലാത്ത ഹൃദയം. परमेश्वर ने जितना बड़ा आशीष दिया था लेकिन वो लोग प्रभु से आभारी नहीं रहा, ऐसा एक दिल का लोग। അപ്പോൾ നീ എന്റെ അടുക്കൽ വരണം. यहाँ पर प्रभु कहता है कि तुम मेरे पास आना। ഇതിന്റെ കൂട്ടായ്മയ്ക്ക്. किस लिए? संगति के लिए। അപ്പൊ നീ എന്റെ അടുക്കൽ വരുമ്പോൾ जब तुम मेरे पास आओगे എന്റെ അടുക്കൽ പ്രസ്താവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ നമ്മൾ യോവേൽ സംവത്സരത്തിൽ പ്രസ്താവിക്കേണ്ട കാര്യമുണ്ട്. पहले हमने जो उस
मतलब जुबिली वर्ष में वो घोषणा करने वाला बात था, परंतु यहाँ पर प्रभु इस प्रकार के आशीष पाए हुए लोग मेरे पास आकर के घोषणा करने वाले बातों का बारे में प्रभु यहाँ पर बता रहे हैं। അവർക്ക് 50 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷമേ ഉള്ളൂ. वो लोगों को 50 साल के बाद का एक खुशी है। അവർക്ക് ദൈവം കൃപ ചെയ്ത് ആ 50 വർഷം കഴിഞ്ഞിട്ട് അവർ സ്ഥലം തിരിച്ചു കൊടുത്ത് അവർക്ക് ഒരു സന്തോഷം ദൈവം. എന്നാൽ ദൈവം നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ ദേശം നമുക്ക് തന്നതിന് ദിനംതോറും ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു ജനത്തെ കുറിച്ചാണ്. प्रियो, जुबली वर्ष में खुशी मनाने वाले लोगों को 50 साल के बाद में एक दिन का खुशी मिलता है, परंतु हम यहाँ पर जो विचार कर रहा है वो हम 50 साल में नहीं, हर रोज प्रभु ने दिया हुआ आशीष के कारण आनंदित और मगन होकर के प्रभु में खुशी मनाने वाला बात है। ഞാൻ നിനക്ക് കൃഷിയുടെ സ്ഥലം തന്നു, मैं तुमको खेती दिया, ഞാൻ നിനക്ക് അതിന്റെ വിത്ത് തന്നു, मैंने तुमको उसका बीज दिया, കൃഷി ചെയ്യാനുള്ള നല്ല മണ്ണ് തന്നു, और खेती करने का अच्छा जमीन दिया, ഞാൻ ആകാശത്ത് മഴ പെയ്ച്ചു, मैंने उस आकाश से पानी दिया, ഞാനാണ് വളരുമാറാക്കിയത്, मैंने उसको बढ़ाया, ഞാനാണ് അതിനെ കാട്ടുമൃഗങ്ങൾ തിന്നാതെ അതിനെ സംരക്ഷിച്ചത്, मैंने जंगली जानवर को ना खाते हुए उनका मैंने बचाव किया, എല്ലാം ചെയ്തത് ഞാനാണ്. ये सारे काम मैंने किया, എന്റെ കൃഷിയാണ്. एक मेरी खेती है। നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, सर तुम्हें क्या करना चाहिए? എന്റെ അടുക്കൽ വരുമ്പോൾ വെറും കൈയോടെ വരരുത്. मेरे पास जब आएगा खाली हाथ नहीं आना। ഞാൻ നല്ലവനെന്ന് കാണിക്കേണ്ടതിന്, मैं भला है करके तुम लोग जान करके दिखाने के लिए, കാരണം നിങ്ങൾ പണ്ട് മിസ്രൈമിൽ ആയിരുന്നപ്പോൾ നിങ്ങളുടെ രക്തം വലിച്ചു കുടിച്ച ഒരു രാജാവാണ് നിങ്ങളെ ഭരിച്ചത്. आप जब मिस्र में था उस समय में रोज तुम्हारा खून पीने वाले एक राजा का अधीन तुम लोग थे, എന്നാൽ ഞാൻ അങ്ങനെയല്ല. परंतु मैं ऐसा नहीं, ഞാൻ നിങ്ങൾക്ക് എന്റെ ജീവനെ തന്നുകൊണ്ട്, मैं तुम्हारे लिए मेरी जीवन दे दिया। ഇതാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. ये प्रियो, हम नया नियम में यही तो पढ़ता है, അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. हमें ഇവിടെ उसकी നമ്മള് लघु की सौभाग्यता। ഇവിടെ ഇവൻ ഇങ്ങനെ അവൻ ഒരു കൊട്ടയിൽ കുറെ സാധനങ്ങൾ അവന്റെ ആദ്യ ഫലം പറിച്ചുകൊണ്ട് അവൻ വരണം. इसी रीति में उनका फल में से कुछ फलों को लेकर के टोकरी में लेकर के आना। അവിടെ 26ന്റെ 5ാം വാക്യം ഒന്ന് വായിക്കാം. जब उसका 26 अध्याय का व्यवस्था विवरण, അവൻ 26 अध्याय का 5 वचन पढ़ेंगे। കൊട്ടയിൽ, കാരണം അവന് ദേശമുണ്ട്, उसको देश है, उनको जमीन है, അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. वो उसको बर्बाद नहीं किया। അവന് വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞുള്ള സന്തോഷമല്ല, अब वो 50 साल के बाद में मिलने वाला एक दिन का खुशी नहीं, അവൻ എല്ലാ ദിവസവും സന്തോഷമാണ്. उनको हर रोज खुशी है। അവന്റെ ഹൃദയമാകുന്ന കൊട്ടയിൽ उनका हृदय की टोकरी में ഈ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. परमेश्वर के संगति में से मिला हुआ उस खुशी को लेकर के प्रभु को मसीह में आया, എന്നിട്ട് അവിടെ ദൈവസന്നിധി വെക്കണം, और वो खुशी को प्रभु को उसमें रखना, എന്നിട്ട് അവൻ പ്രസ്താവിക്കണം. इसके बाद में वो प्रचार करना है, घोषणा करना। അവൻ പണ്ടത്തെ അവസ്ഥ, वो पुराना अवस्था, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, हमको घर नहीं था। നമ്മളിത് നമ്മൾ ആത്മീയ അർത്ഥത്തിലാണ് കേട്ടോ. ये सब दुनिया की रीति में, आर्थिक रीति में नहीं, आत्मिक अर्थ में है, आप उस पर ध्यान देना। ഞങ്ങൾക്ക് ഫലമില്ലായിരുന്നു, और हमारे पे कोई फल नहीं था, കൃഷിയില്ലായിരുന്നു, हमें खेती नहीं था, ഞങ്ങൾ ഒരു കടോര രാജാവിന് വേണ്ടി രക്തം കൊടുക്കുകയായിരുന്നു. हम एक क्रूर राजा के पीछे उसको खून पी, वो खून पी रहा था। നമ്മൾ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. विलाप गीत में हम पढ़ता है, ഗോതമ്പിന്റെ മണി പോലെ നല്ല സ്വർണത്തിന് നിറമുണ്ടായിരുന്ന നിന്റെ ഇസ്രയേൽ മക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ കരിക്കലം പോലെ ആയതെങ്ങനെ? देखो गेहूं की जैसा सोने की कलर था, इतना सुंदर थे, परंतु वो लोग क्या हो गया, कोयले का समान एकदम काला बन गया। എന്നിട്ട് അതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? ഇവരെ ദൈവം എന്ത് ചെയ്തു? उनको प्रभु ने क्या किया? നല്ല രക്തഓട്ടമുള്ള നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. उनको वापस वो काला पीला पड़ा था, वहां पर जहां पर कुछ भी मतलब उसमें चमकीला नहीं था, उनको प्रभु ने अच्छा देश में लेकर आया। അവിടെ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ നല്ലതാണ്. उसकी व्यवस्था विवरण 26 5 മുതൽ 11 വരെ उसका 5 वचन से 11 तक पढ़ने के लिए चाहिए। तो तू अपने परमेश्वर यहोवा से इस प्रकार कहना, मेरा मूल पुरुष ऐसा आरामी मनुष्य था जो मरने पर था, और वह अपने छोटे से परिवार समेत मिस्र को गया, वहां परदेशी होकर रहा, और वहां उसने एक बड़ी और सामर्थी और बहुत ही मनुष्य से भरी हुई जाति उत्पन्न हुई, और मिस्रियों ने हम लोगों से बुरा बर्ताव किया और हमें दुख दिया और हमसे कठिन सेवा ली, परंतु हमने अपने पूर्वजों के परमेश्वर यहोवा की दुहाई दी, और यहोवा ने हमारे सुनकर हमारे दुख, श्रम और अंधेर पर दृष्टि की, और यहोवा ने बलवंत हाथ और बढ़ाई हुई भूत से अति भयंकर चिन्ह और चमत्कार दिखाकर हमको मिस्र से निकाल लाया, और हमें इस स्थान पर पहुंचाकर यह देश जिसमें दूध और मधु की धाराएं बहती है हमें दे दिया है। अब हे यहोवा देख, जो भूमि तूने मुझे दी है
उसकी पहली उपज में तेरे पास ले आया हूँ, तब तू उस अपने परमेश्वर यहोवा के सम्मुख रखना और यहोवा को दंडवत करना, और जितने अच्छे पदार्थ तेरे परमेश्वर यहोवा तुझे और तेरे घराने को दे, उनके कारण तू लेवियों और अपने मध्य में रहने वाले परदेशियों से सहित आनंद करना. ഇവിടെ അവന്റെ സന്നിധിയിൽ വെച്ചിട്ട് അവിടെ 10-ാം വാക്യത്തിൽ വായിക്കുകയാണ്, वहां पर उसका 10वां वचन में पढ़ता है, ആ നിലത്തിലെ ആദ്യഫലം ഇപ്പോൾ കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുത്തിട്ട് अभी मृत्यु से निकाला हुआ पहला फल को याजक के पास लाकर देने के बाद എന്നിട്ട് നമസ്കരിക്കണം. इसके बाद दंडवत करना. നോക്കുക, കാരണം അവരുടെ പണ്ടത്തെ സ്ഥിതി എങ്ങനെയാണ്, उनका पुराना अवस्था कैसा था, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? अभी का अवस्था क्या है? അപ്പോൾ ദേശം നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ സ്വാതന്ത്ര്യമില്ല. देश जिसका नष्ट हो गया उसको ये आजादी नहीं, അവർക്ക് പിന്നെയും 50 കൊല്ലം കഴിയണം. अभी उनको और 50 साल का इंतजार करना है. എന്താണ് കാര്യം? क्या उसका कारण क्या है? ഈ ദേശം കൃഷി ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ. प्रियो, ये देश में खेती करने का अर्थ क्या है? हम लोग जो मिल करके संगति करता है वो संगति. ഇതേ കാര്യം ഇതുപോലെ തന്നെ പ്രസ്താവിക്കുന്ന ഒരു പുതിയ നിയമത്തിൽ ഒരു ഭാഗമുണ്ട്. प्रियो, इसी बात को बताने वाला नया नियम एक भाग है. ഇവിടെ ഇവർ പറയുന്നത് പണ്ട് ഞങ്ങൾ എങ്ങനായിരുന്നു. ये लोग कहता है कि हम पहले ऐसे थे. അത് യഹോവ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറയണം, പണ്ട് നിങ്ങൾ എങ്ങനായിരുന്നു. तुम लोग, प्रभु यहोवा यहाँ पर उनसे कहता है कि तुम पहले कैसे था तुम कहना, ഇപ്പോൾ നിങ്ങൾ എങ്ങനാണ്. अभी तुम कैसा है वो भी कहना. ഇതാ നീ ഞങ്ങൾക്ക് തന്ന ദേശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഫലം എന്ന് പറഞ്ഞ് മഹാപുരോഹിതന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ യഹോവയെ നമസ്കരിക്കണം. देखो, अभी प्रभु को ये कहना है, प्रभु आपने दिया हुआ जमीन में हमने जो खेती किया उसमें से मिला हुआ फलाफल, ये बोल के याजक के पास लाकर रहने के बाद प्रभु को धन्यवाद देना. നമ്മുടെ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ അതിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ്. प्रियो, आप एक बात को जानना, नया नियम एफिसियन का पत्र उसका 2 अध्याय का 11 वचन से 22 वचन तक जब आप पढ़ेगा, यही बात हमारे लिए नया नियम के मंडली के लिए वहां पर बताया हुआ है. അവിടെ പറയുകയാണ്, ഞങ്ങൾ അന്യരായിരുന്നു, वहां पर बताता है कि हम परदेशी थे, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. हमको घर नहीं थे. എന്നാൽ ഇവിടെ പറയുകയാണ് यहाँ पर कहता है ഇപ്പോൾ. अभी. അതിന്റെ 19-ാം വാക്യം എഫേസ്യ ലേഖനം അതിന്റെ 2-19 एफिसियन 2 अध्याय का 19 वचन पढ़िएगा. ആകയാൽ. इसलिए ഈ ആകയാൽ എന്നുള്ള പദം പറയണമെങ്കിൽ മുമ്പിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തു. यहाँ पर इसलिए कहना है तो इससे पहले प्रभु ने कुछ काम किया. ആ കാലത്ത് उन दिनों में, എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്ന സമയത്ത്, जब इसराइल के लोग मिस्र में था उस समय में, ഇന്ന് ഫറവോന്റെ കീഴിലായിരുന്നത് പോലെ जैसा फरवोन की गुलामी में थे, നമ്മള് എവിടെയായിരുന്നു? പാപത്തിന്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്, പാപത്തിന് കീഴിലായിരുന്നു, സാത്താൻ അടിമകളായിരുന്നു. हम लोगों के बारे में इब्रानियों 2 अध्याय में, इवन एफेसियों 2 अध्याय में कहा है कि वो लोग पाप के गुलामी में थे. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവർ, ദൈവമില്ലാത്തവരായിരുന്നു. उस समय में उन लोग प्रभु के बिना था, उनमें आशा नहीं था. എന്നിട്ട് 13-ാം വാക്യം, परंतु उसका 13 वचन, മുമ്പേ पहले നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, तुम दूर थे, ഇപ്പോൾ. अभी. നൗ. अभी. അതാണ് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് നൗ. अभी जो मसीह यीशु में है, अभी. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ആ പദപ്രയോഗം ക്രിസ്തുയേശുവിലുള്ളവർക്ക് ന്യായവിധി ഇല്ലെന്നല്ല. अभी जो हमारा प्रभु यीशु मसीह में है उनको दंड की आगे नहीं, ऐसा नहीं है. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു അനുഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് अभी वो बात, वो शब्द जरूर ना बोलना. अब जो मसीह यीशु में है, पहले था ऐसा नहीं. अभी. നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. पहले हम ऐसे नहीं थे, നമ്മൾ ദൂരസ്ഥരായിരുന്നു, हम दूर थे, കോപപാത്രമായിരുന്നു, हम प्रभु के क्रोध के पात्र थे, ദൈവത്തിന്റെ ശിക്ഷയ്ക്കടിമകളായിരുന്നു, परमेश्वर की ताड़ना के पात्र थे. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. व्यवस्था के श्राप से प्रभु ने हमें दाम दे करके मोल लिया. ഇപ്പോൾ അവരുടെ രക്തത്താൽ. अभी प्रभु यीशु मसीह की पवित्र लहू के द्वारा. 13-ാം വാക്യം ഒന്ന് വായിച്ചു. എങ്ങനെ നമ്മൾ അടുത്തു വന്നു? उसकी 13 वचन हम पढ़ेंगे, जब एफिसियों 2 अध्याय का 13 वचन. पर अब मसीह यीशु में तुम जो पहले दूर थे, अब मसीह के लहू के द्वारा निकट हो गए हो. Praise the Lord. നോക്കുക, രക്തം ഊറ്റിക്കൊടിച്ച ഒരു യജമാനന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് രക്തം നമുക്ക് ധാരാളമായി നൽകി തന്ന ഒരു യജമാനന്റെ കീഴെ വന്നിരിക്കുക. प्रियोम, एक समय में अपने लहू खुद पीने वाला एक स्वामी के अधीन थे, परंतु अभी हम हमारे लिए अपने खून दिया हुआ वो स्वामी की नीचे आया. അപ്പോൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്ന വിശ്വാസികൾ, കൂട്ടായ്മയുള്ള വിശ്വാസികൾ വ്യക്തിപരമായി കൂട്ടായ്മ ഉള്ളപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അവർ കൂടി വരുമ്പോൾ
അവർ അനുഭവിക്കുന്ന രക്തത്തിന്റെ കൂട്ടായ്മ. प्रियोम, अभी जो लोग उद्धार पाया है और प्रभु यीशु मसीह के लहू के द्वारा छुटकारा पाया है, वो लोग जब मिलकर के जाता है, वो जो संगति, അവരെ ആ അപ്പവീഞ്ഞിൽ വെച്ചിട്ട് പറയുകയാണ്, वे लोग प्रभु यीशु मसीह की मृत्यु की यादगारी में दिया हुआ वो मेष को देख करके, रोटी और दाखरस को देख करके वो लोग कहता है, ഓ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, वो हमारे स्वर्गीय पिता, ഞങ്ങൾ നീ തന്ന ആ മഹാപുരോഹിതന്റെ അടുക്കൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരാഴ്ച ജീവിച്ച ഫലമാകുന്ന ആത്മാവിന്റെ ഫലവുമായിട്ട് ഇതാ ഞങ്ങൾ വരുന്നു. वो आपने हमारे लिए दिया हुआ महायाजक प्रभु यीशु मसीह की उपस्थिति में आपने हमें दिया हुआ उस खुशी आनंद का फल लेकर के हम आपकी उपस्थिति में आते हैं. അവിടെ ദൈവം കൊട്ട നിറച്ചെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. अभी यहाँ पर प्रभु ने टोकरी भर करके नहीं कहा. ചിലർ കൊട്ട നിറച്ച് കൊണ്ടുവരും, कुछ लोग टोकरी भर करके लाएंगे, ചിലരെ സംബന്ധിച്ചോളം ഒരു ഫലമെങ്കിലും. कुछ लोगों के संबंध में एक फल भी क्यों ना हो. നമ്മൾ ആരാധനയ്ക്ക് വരുന്നവർക്ക് ഒരു ഫലമില്ല എങ്കിൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? प्रियो, अगर हम आराधना के लिए आता है उस समय में एक भी फल नहीं है तो हम प्रभु की आराधना कैसे करेंगे? നമ്മൾ പിന്നെയും കൂട്ടായ്മ എടുത്തുമ്പോൾ ആ കൊട്ട എങ്ങ് നിറയും. प्रियो, हम जैसे जैसे संगति में बढ़ते जाएगा टोकरी बढ़ते जाएगा. ദാവീദിനെ സംബന്ധിച്ചോളം ആ കൊട്ടയിൽ അധികമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. दावीद के संबंध में कहेगा तो शुरुआत में उस टोकरी में कुछ भी नहीं था. എന്നാൽ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിൽ നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ ആലയത്തിൽ പാർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ യഥാർത്ഥമായിട്ട് കൂട്ടാൻ വന്നപ്പോൾ പറയുക, ഈ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. अभी देखिए, दावीद प्रभु के संगति में रहने के लिए बहुत चाहता था, इसलिए 27 वचन से 4 वचन में कहता है कि मैं तेरी भवन में आकर के तेरी सुंदरता को देख करके तेरी संगति में रह करके फिर आखिर में आगे जब हम देखता है तो बोलता है वो टोकरी भर करके उमड़ रहा है. അപ്പൊ നമുക്ക് പരിഭ്രമം തോന്നരുത്. നേരത്തെ നമ്മൾ ഒരു പദം പ്രയോഗിച്ചല്ലോ, അതായത് നമ്മൾ ആരാധിച്ച് വിടുതൽ പ്രാപിക്കണം എന്ന് പറഞ്ഞതിന്റെ പോരായ്മ നമ്മൾ കണ്ടു. अभी हमने आप कोई घबराहट में नहीं जाना या आपको दिल में कुछ बुराई नहीं सोचना. हमने पहले भी जो देखा था कि हम आराधना करके छुटकारा पाएंगे, ऐसे शब्द का सच अर्थ क्या है हमने सुना देखा था. അതുപോലെ തന്നെ വേറൊരു ഭാഷാ പ്രയോഗം നമ്മുടെ കർത്തദാസന്മാർ ഉപയോഗിക്കാറുണ്ട്. उसी प्रकार का एक प्रयोग प्रभु का दास लोग यहाँ पर इस्तेमाल करते हैं. അതെന്താ നിങ്ങൾക്ക് അറിയാമോ? वो क्या है आपको मालूम? നമ്മൾ ഒഴിഞ്ഞ കൊട്ടകളായിട്ട് വന്നു, हम खाली बर्तन लेकर आया നമ്മൾ നിറഞ്ഞ കൊട്ടയുമായിട്ട് പോകും. और हम भर करके लेकर जाएगा. അതെന്താ? वो ऐसा उसका अर्थ क्या है? ഇതുപോലുള്ള അജ്ഞതയാണ്. ये इसी प्रकार का एक अज्ञानता की बात है. അവിടെ നമ്മൾ ആവർത്തന 26 അധ്യായത്തിൽ എന്റെ അടുക്കൽ വരുമ്പോൾ, जब व्यवस्था विवरण में 26 अध्याय में प्रभु ने क्या कहा, मेरे पास जब आएगा നീ കൊട്ട നിറച്ച് കൊണ്ടുവരണമെന്നില്ല എങ്കിൽ പോലും കൊട്ട നിറയും. टोकरी भर करके लाना चाहिए, ऐसे नहीं है तो भी आप टोकरी में लाना चाहिए. നമ്മുടെ ലക്ഷ്യം എന്താണ്? हमारा उद्देश्य क्या ആ है? വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ, हम उस विश्वास की परिपूर्णता की ओर जब आता है, തികഞ്ഞ സ്നേഹത്തിലേക്ക് വരുമ്പോൾ, हम उस परिपूर्ण प्रेम की ओर जब आता है, തികഞ്ഞ ആ പ്രത്യാശയിലേക്ക് വരുമ്പോൾ, उस पूर्ण आशा में जब आता है, തികഞ്ഞ സിദ്ധന്മാരായ വിശുദ്ധന്മാരെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ചിലരെ. हम जब परिपूर्ण बना हुआ सिद्ध लोगों के बारे में पढ़ते हैं. പൗലോസ് പറയാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. प्रेषित पौलुस गवाही देता है कि हर एक लोगों को मसीह में सिद्ध करना ही हमारा सेवकाई का लक्ष्य है. അതിന്റെ अर्थം എന്താ? उसका अर्थ क्या है? അവന്റെ ഹൃദയത്തിൽ അവന്റെ കൊട്ടയിൽ എന്തെങ്കിലും വേണ്ടേ? उसका अगर टोकरी में कुछ होना चाहिए ना. ഒരു വിശ്വാസി അപ്പോൾ എന്താ ചെയ്യുന്നത്? एक विश्वासी क्या करता है? ഒരാഴ്ച എന്താണ് ചെയ്യുന്നത്? एक हफ्ता क्या करता है? അവന്റെ ഹൃദയമാവുന്ന കൊട്ടയിൽ പരിശുദ്ധാത്മാവാവുന്ന ഫലത്തെ നിറയ്ക്കുകയാണ്. वो उसका हृदय की टोकरी में पवित्र आत्मा के फलों से वो भर देता है. ഇങ്ങനെ നമുക്ക് പറയാം, ऐसे हम कह सकते हैं, ഞാൻ നിറഞ്ഞവനായിട്ട് വന്നു, प्रियो प्रभु मैं भला भर करके लाया, എല്ലാം ഞാൻ എന്റെ കർത്താവിന് കൊടുത്തു. मैं सब कुछ मेरे प्रभु को दिया. കാരണം എനിക്ക് ദേശം തന്നിട്ടുണ്ട്. क्योंकि प्रभु ने मुझे उस जमीन दिया, देश दिया है. അവിടെ കാലിയാക്കിയാൽ मैं वहां को खाली करेगा तो ആ കൊട്ട കാലിയാകത്തില്ല പ്രിയവരെ. वो टोकरी कभी खाली नहीं होगा. Praise the Lord. हालेलुया. കാര്യം എന്താണ്? क्यों? उसका कारण क्या है? നമുക്ക് ഏലിയാവിനെയും ആ സാരഭത്തിലെ വിധവനെ അറിയാം. आप एलिया और उस हरेवाक्त का विधवा को जानते हैं. ആദ്യം എന്താ പറയുന്നത്? ആദ്യം എന്നുള്ള പദം. एलिया ने माला उस विधवा को क्या बोला? पहले 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 जो पता है ना, पहले. അവള് ഞാനും എന്റെ കുഞ്ഞും ഈ റൊട്ടി തിന്ന് മരിക്കാനിരിക്കുക. अभी वो क्या कर रहे हैं? मैं और मेरा बच्चा एक रोटी बनाकर आकर अभी मरने की तैयारी में हूँ. അതിന്റെ അർത്ഥം കലത്തിൽ മാവും ഇല്ല, എണ്ണയൊന്നും ഇല്ല. बोलने का अर्थ क्या है कि वो कुप्पी में तेल भी नहीं और बर्तन में आटा भी खत्म होने जा रहा है, बर्फ खत्म होने जा रहा है. ഏലിയാവ് പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, നീ ആദ്യം എനിക്കൊരു അട ഉണ്ടാക്കി കൊടുത്തു. एलिया ने क्या बोला? कोई बात नहीं, लेकिन पहले तुम मेरे लिए एक चपाती बना कर. Praise the Lord. Praise.
ഇപ്പോൾ കൊടുത്തപ്പോൾ അവിടെ കൊട്ട കാലിയായോ? अभी वो देने के बाद में क्या वो विधवा का बर्तन खाली हो गया? ഇല്ല. नहीं, അവൾ അത് കർത്താവിന് കൊടുത്തപ്പോൾ वो कप्ता प्रभु के लिए जब दिया, ആ കൊട്ട കർത്താവിന്റെ ആയപ്പോൾ वो बर्तन जो टोकरी जो प्रभु का बन गया। പ്രൈസ് ദി ലോർഡ്. Praise the Lord। നമുക്ക് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയും. नए नियम में भी हम ऐसे बात को देखता है। നമ്മള് കർത്താവ് അവിടെ പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് ആ സന്ദർഭത്തിൽ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് എത്ര അപ്പം കൊടുക്കേണ്ടി വരും? अभी आपको याद है ना, वो 5000 से अधिक पुरुषों को जब खिलाया था, वो 5 रोटी से, उस समय में प्रभु ने फिलिपोस को पूछा कि हमको इनको खिलाना है। उस समय में फिलिपोस ने क्या बोला, 200 दिनार का रोटी है तो भी इनको पूरा नहीं बांट पाएगा। ऐसे एक बात आपको याद है ना। നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്കത് വായിക്കാം. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം यूहन्ना का सुसमाचार उसकी 6वां अध्याय അതിന്റെ 5-ാം വാക്യത്തിൽ उसका 5 वचन में വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ട് बहुत बड़ा एक भीड़ अपने पास आते हुए प्रभु ने देखा। കർത്താവ് ഫിലിപ്പോസിനോട് प्रभु ने फिलिपोस को സിസ്റ്റർ പടം जब यीशु ने अपनी आंखें उठाकर एक बड़ी भीड़ को अपने पास आते देखा तो फिलिप्स से कहा, हम इनके भोजन के लिए कहाँ से रोटी मोल लाए? കണ്ടോ, കർത്താവ് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. क्या प्रभु को मालूम नहीं था इसलिए प्रभु ने पूछा? ഈ ഫിലിപ്പോസിന് ഇച്ചിരി ബുദ്ധിയുണ്ട്. ये फिलिपोस थोड़ा होशियार था। കാരണം ഈ ഫിലിപ്പോസ് നേരത്തെ ആരായിരുന്നു? ये फिलिपोस पहले कौन था? ആരാ? कौन था? നമുക്കറിയാം. പിന്നീട് നമുക്ക് കർത്താവിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം അവൻ മേശയിൽ ശുശ്രൂഷിക്കുന്ന ഒരാളായിട്ട് മാറി. हम प्रभु का वचन के अनुसार हम देखते हैं कि प्रभु का मेष में वो सेवा करने वाला होकर के बाद में बन गया। എന്നാൽ കർത്താവിന് ജനത്തിന് ആഹാരം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം വെളിച്ചമുണ്ടായിരുന്നില്ല. परंतु परमेश्वर को कैसा परमेश्वर लोगों को खाना खिलाएगा उसका बारे में इनको एक दर्शन नहीं था। ഇപ്പൊ നമ്മൾ ഒരു 5000 പുരുഷാരെ കണ്ടപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുക ഇവർക്ക് എത്ര ആഹാരം വേണമെന്ന് നമ്മളോട് ചോദിച്ചു ഉടനെ നമ്മൾ നമ്മുടെ മൊബൈൽ കാൽക്കുലേറ്റർ ഉണ്ട്, എടുത്ത് കണക്ക് കൂട്ടും. ഒരാൾക്ക് ഇത്രയെന്ന് കണക്ക്. ഇതുപോലാണ് ഫിലിപ്പോസ് ഒരു കാര്യം ചെയ്യുകയാണ്. अभी यहाँ पर आप देखिए, अगर हमसे मतलब कोई पूछेगा ये 5000 लोगों को खाना खिलाने के लिए कितना मतलब भोजन का जरूरत पड़ेगा, तो हम क्या करेंगे, कैलकुलेटर निकाल करके उसमें हिसाब करेंगे। उसी प्रकार अभी यहाँ पर प्रभु फिलिपोस को पूछ रहा है। അപ്പൊ ഫിലിപ്പോസ് പറഞ്ഞ ഉത്തരം അല്പം കിട്ടേണ്ടതിന് फिलिपोस ने यहाँ पर उत्तर क्या किया, थोड़ा थोड़ा, मतलब एक ब्रेकफास्ट बोलता है ना, मतलब ब्रेक तोड़ने के लिए, ऐसा इनको थोड़ा थोड़ा मिलने के लिए, ഇച്ചിരി കിട്ടേണ്ടതിന് थोड़ा थोड़ा उनको मिलने के लिए, കർത്താവിന് മഹത്വം അറിഞ്ഞില്ല. मतलब प्रभु का महिमा को उन्होंने, सामर्थ्य को उन्होंने नहीं जाना। കർത്താവിന് അറിയാൻ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന്. प्रभु जानता है कि प्रभु क्या करने जा रहा है, പക്ഷെ അവനെ പരീക്ഷിക്കേണ്ടതിന് ചോദിച്ചു. परंतु वहां पर हम देखते हैं कि उसको परखने के लिए एक बात पूछा। ഇതുപോലൊരു ചോദ്യം എസ്കേൽ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. इसी प्रकार एस्केल नबी ने एक सवाल पूछता है, എസ്കേൽ പ്രവചനം 37-ാം അധ്യായം उसका 37 अध्याय का। അവിടെ പറഞ്ഞ ആ അർത്ഥം വളരെ പ്രൂഡന്റ്, വളരെ ഇന്റലിജന്റ് ആയ ഉത്തരമാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. സോറി, എസ്കേൽ പ്രവാചകൻ പറഞ്ഞത്. अभी उस बात का एक गहरा उत्तर एस्केल नबी ने दिया। ആ ഉത്തരവും ഈ ഉത്തരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. उस उत्तर में इस उत्तर में बहुत अंतर है। അവിടെ ആ എസ്കേൽ പ്രവാചകനോട് എന്താ കർത്താവ് ചോദിച്ചത്? एस्केल नबी से प्रभु ने क्या पूछा, ഈ അസ്ഥികൾ ജീവിക്കുമോ? क्या ये हड्डियां जिंदा होंगे? അവിടെ നമ്മൾ വായിക്കുകയാണ്. वहां पर हम देखते हैं അതിന്റെ 37-ന്റെ 3-ാം വാക്യം. उस एस्केल नबी की किताब 37 अध्याय का 3रा वचन। तब उसने उससे पूछा, हे मनुष्य के संतान, ये हड्डियां जी सकती है? അവനെന്താ ഉത്തരം പറഞ്ഞത്? उसने क्या उत्तर दिया? मैंने कहा, हे परमेश्वर यहोवा, तू ही जानता है। ഒന്നും ഉത്തരം പറഞ്ഞില്ല. उसने उत्तर कुछ भी नहीं दिया। അതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? ഈ ചോദിക്കുന്ന കർത്താവ് ആരാന്ന് അവൻ അറിയാം. क्योंकि ये सवाल करने वाला परमेश्वर कौन है करके एस्केल जानता था। കർത്താവ് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ പോലീശ്വരം പറയാതെ, പൊണ്ടത്തരം പറയാതെ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. प्रियो, प्रभु अगर हमसे कुछ पूछता है तो हम अपनी बुद्धि से कुछ ना बोलते हुए ना एक ही बात कहना, കർത്താവ് നീ അറിയും. प्रभु आप जानता है। ഈ കാര്യം കർത്താവ് ഫിലിപ്പോസിനെ മാത്രമല്ല, ये सिर्फ फिलिपोस के साथ नहीं, തന്റെ ശിഷ്യന്മാരെ എല്ലാം പഠിപ്പിച്ചു. ये सारे चेलों को सिखाया। ശിഷ്യന്മാരിൽ ഒന്നാമൻ എന്ന് പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ये चेलों में प्रधान था करके पत्रोस का बारे में कहता है। ഇതേ ചോദ്യം തന്നെയാണ് കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം यही सवाल प्रभु ने मतलब पुनरुत्थान होने के बाद में पत्रोस को पूछा। ആദ്യത്തെ ചോദ്യം പറഞ്ഞപ്പോ അവൻ പറയുകയാണ്, അവൻ പറഞ്ഞത് ശരിക്കും അവന് മനസ്സിലായില്ല. जो प्रभु ने उनको पूछा कि मतलब तू इनसे बढ़कर मुझे
प्रेम करता है क्या? वो सवाल सही रीति में पतरस ने नहीं जाना, രണ്ടാമത് മനസ്സിലായില്ല. दूसरी बार भी सवाल किया तो भी नहीं जाना, പിന്നാണ് ആത്മാവ് അവനെ അതെന്ന് മനസ്സിലാക്കി കൊടുത്തത്. तीसरी बार थोड़ा सा क्लिक हुआ उसको, अब आत्मा ने उसको थोड़ा समझाया. പിന്നെ കർത്താവ് ചോദിച്ചില്ല, फिर प्रभु ने नहीं पूछा, കർത്താവേ हे प्रभु നീ അറിയും. आप सब जानते हैं. എത്ര ജ്ഞാനമാണ്. कितना बड़ा ज्ञान की बात है. നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളും കർത്താവിനെ പഠിപ്പിക്കാൻ ചെല്ലരുത്. कई बार प्रभु आपको कोई पूछेगा ना, हम उल्टा प्रभु को सिखाने के लिए जाता है നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ പഠിപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നുണ്ട്. ना. कई बार हम प्रार्थना करने के समय में ऐसा लगता है कि हम प्रभु को कुछ सिखा रहा है, കർത്താവ് ഒന്നും അറിയാത്തതുപോലെ. प्रभु को कुछ भी मालूम नहीं ऐसा. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ അങ്ങ് മൗനമായി കുറെ നേരം ഇരിക്കണം. प्रियो, जब प्रभु की उपस्थिति में जब आता है तो आप एक चुपचाप कुछ देर बैठना, प्रियो, साइलेंट टाइम बिताना. കാരണം നമ്മളുടെ ഹൃദയം ശരിക്കും കാരണം നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. प्रियो, हम किसकी आराधना करता है? हमें एक बात को जानना है, वो इस सारे जगत को, यूनिवर्स को बनाए वो महान परमेश्वर है, इसके ऊपर परमेश्वर है. അവനോട് ഞാൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവൻ ആദ്യം എനിക്ക് അവനോട് പറയേണ്ട ആ ആലോചന തരികയാണ്. प्रियो, हमें प्रभु के साथ कुछ भी बात करना है तो उसकी आलोचना प्रभु हमको देता है. നമുക്കറിയാം, നമുക്ക് അമേരിക്കയിൽ അതുപോലെ ആണെന്നല്ല, പക്ഷെങ്കിൽ ഒരു മനുഷ്യ രീതി തന്നെ നമ്മൾ പരിഗണിക്കും. ഇപ്പൊ ട്രംപിനോട് നമ്മൾ ഇന്ത്യയിൽ നിന്നും നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് ട്രംപിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. अभी यहाँ पर हम एक उदाहरण के रूप में, इतना ठीक नहीं तो भी, अगर अमेरिकन प्रेसिडेंट ट्रंप के साथ इंडियन प्रधानमंत्री मोदी जाकर के ऐसे कुछ बात करने के लिए इतना योग्य बात नहीं हो. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് സെക്രട്ടറി ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയോ മോദിക്ക്. अभी वो अमेरिका का प्रेसिडेंट का सेक्रेटरी एक लेटर लिख करके मोदी को देता है. ഈ കാര്യങ്ങൾ മാത്രമേ പ്രസിഡന്റിനോട് സംസാരിക്കാൻ പാടുള്ളൂ. हाँ, सिर्फ यही बातें प्रेसिडेंट के साथ बात कर सकता है അപ്പൊ അതനുസരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. और उसके अनुसार ही वो बात करता है. അല്ലാതെ നമ്മൾ ചിന്തിക്കും ഇവിടുത്തെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചെന്ന് മോദിയോട് എന്താ ഇദ്ദേഹം പറയാത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. शायद कई बार लोग सोचता होगा कि मोदी जाकर के ट्रंप के साथ इधर का तकलीफ क्यों नहीं बोलता. അപ്പം വെറും ഒരു പ്രസിഡന്റിനോട് വേറൊരു പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പോലും അമേരിക്കയുടെ നിയമം അനുസരിച്ച് അവിടുത്തെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. प्रियो, अभी आप देखिए दुनिया का रीति में एक देश का प्रधान व्यक्ति से दूसरा देश का प्रधान व्यक्ति भी बात करना है तो वहां का कुछ जो नियम है वो नियमानुसार ही बात कर सकता है. നാം എത്ര ഭാഷാ പണ്ഡിതനാണെങ്കിലും हम कितना भी भाषा का ज्ञानी क्यों ना हो, സർവജ്ഞാനിയായ ദൈവത്തോട് ഞാൻ സംസാരിക്കണമെങ്കിൽ जब हम सर्वज्ञानी परमेश्वर के साथ जब बात करेगा, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ അതിന്റെ ആലോചന തരണം. परमेश्वर की पवित्र आत्मा मेरे अंदर उसके लिए आलोचना देना चाहिए. അതാണ് നമ്മൾ വായിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ല. इसलिए हम लोग वचन में पढ़ता है कि हम प्रार्थना कैसे करना चाहिए करके हम नहीं जानता. നമ്മൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് നമുക്ക് ജ്ഞാനം തരികയാണ്. प्रियो, हमें कैसा प्रार्थना करना चाहिए करके आत्मा उसका विवेक हमें देता है. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് തന്നതുപോലെ ആണോ പറയുന്നതെന്ന് ഹൃദയത്തെ പരിശോധിക്കുന്നവൻ അറിയുന്നു. इसी प्रकार जब हम प्रार्थना करता है तो आत्मा ने हमें दिया हुआ उस आलोचना के अनुसार हम बात कर रहे हैं कि नहीं, ये हृदय को जांचने वाला परमेश्वर जानता है. നോക്കുക, നമ്മൾ ചിന്തിക്കുന്ന പ്രാർത്ഥന എത്ര ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ചിന്തിക്കുന്നത്. हमको क्या लगता है प्रार्थना करना बोलेगा तो क्या हमको जो भी बात है वो बात बोलना इतना सिंपल है करके हमको लगता है. നമ്മൾ റോമലേഖനം 8 അധ്യായം അതിന്റെ ആ വാക്യം ഒന്ന് വായിക്കാം. रोमियो 8 अध्याय का 26-27 वचन हम पढ़ेंगे. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? क्यों परमेश्वर हमारी प्रार्थना नहीं सुनता? നമ്മൾ അബദ്ധങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. प्रियो, हम किसी धोखा की बातें ना करें उसके लिए प्रभु ने हमें पवित्र आत्मा को दिया. എന്നാൽ അതിന്റെ 27 വാക്യം 27 8 अध्याय का रोमियो. എന്നാൽ ആത്മാവ് हाँ, इसी रीति से आत्मा भी हमारी दुर्बलता में सहायता करता है. അതിന്റെ അർത്ഥം എന്താണ്? तो इसका अर्थ क्या है कि हमारा आत्मा भी हमारे दुर्बलता में मदद करता है. ഞാൻ ബലഹീനനാണെന്നും क्योंकि मैं बलहीन हूँ, ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലെന്നും परमेश्वर से मुझे कैसे प्रार्थना करना है करके नहीं जानता. ഞാൻ എന്ത് ദൈവത്തോട് പറയണമെന്ന് ആദ്യം എനിക്ക് അതിന്റെ ആലോചന പരിശുദ്ധാത്മാവ് തരണമെന്നും जो मुझे कहना है वो बात तो प्रभु की आत्मा मुझे देना चाहिए എന്ന് ഗ്രഹിക്കുന്നതാണ് ഞാൻ. അപ്പോഴാണ് കൂട്ടായ്മ കിട്ടുന്നത്. ये समझ करके बात करना, ये है ज्ञान, तभी हमें संगति मिलेगा. അപ്പം ആത്മാവ് പറഞ്ഞു കൊടുത്തതുപോലാണോ ഗ്രഹിപ്പിച്ചതുപോലാണോ അവൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഹൃദയത്തെ പരിശോധിച്ച് ദൈവം അറിയുന്നവിടെ വാക്യമുണ്ട്. क्योंकि आत्मा ने दिया हुआ उस आलोचना के अनुसार वो प्रार्थना किया है कि नहीं, ये बात का बारे में यहाँ पर हम पढ़ता है. 27 വാക്യം വായിക്കാം. उसका 27 से पढ़ेगा. और मनों को जांचने वाला जानता है कि आत्मा की
मनसा क्या है, क्योंकि वह पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है। നമുക്ക് അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജ്ഞാനത്തിൽ കൂട്ടായ്മ ആദ്യം നമ്മൾ 39 സങ്കീർത്തനത്തിൽ ഇത് വായിക്കുന്നുണ്ട്. जब हम इसी बातों को 39 भजन संहिता में भी पढ़ता है, ആ 39 അധ്യായത്തിന്റെ ഞാൻ നിർത്തുകയാണ്. അവിടെ ഒരു ആദ്യം പറയാ, ഞാൻ ആദ്യം ദൈവത്തിന് അല്പസമയം മൗനമായിരുന്നു. जब 39 भजन संहिता में वो करता है कि मैं पहले प्रभु की उपस्थिति में कुछ समय चुपचाप रहा। 39ന്റെ രണ്ടാം വാക്യം, उस 39 का दूसरा वचन, मैं मौन धारण कर गूंगा बन गया और भलाई की ओर से भी चुप्पी साधे रहा। എന്നിട്ട് അപ്പൊ കുറച്ചു നേരം ഇരുന്നപ്പോൾ कुछ देर इसी प्रकार शांत रहने के कारण പരിശുദ്ധാത്മാവ് पवित्र आत्मा ने അവന്റെ ഉള്ളിൽ उसके अंदर ദൈവസ്നേഹത്തിന്റെ ആ വലിയ വിപ്ലവം ഉളവാക്കി. परमेश्वर की प्रेम का एक बहुत बड़ा जलजलाहट उड़ाया, തീ കത്തിച്ചു. वो आग लगाया, അവൻ ദൈവസ്നേഹം അവന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. वो प्रभु का प्रेम उसमें जलने लगा। നമ്മൾ ഇന്നലെ ഉത്തമ ഗീതത്തിൽ വായിച്ചു, ദൈവത്തിന്റെ ജ്വലനം, തീ പോലെ ജ്വലിക്കുന്ന ജ്വലനം. जब हमने उस श्रेष्ठ गीत में पढ़ा था कि परमेश्वर का जो प्रेम का जो जलन, जो ज्वाला जो है, അപ്പൊ കൂട്ടായ്മയ്ക്ക് ഈ ജ്വലനം ആവശ്യമാണ്. नदी में इस प्रकार का एक ज्वलन मन चाहिए। ഈ ജ്വലനം കിട്ടുന്നത് വരെ അല്പസമയം മൗനമായിരിക്കണം. इस ज्वलन पाने तक हम प्रभु की उपस्थिति में चुपचाप रहना। അപ്പോൾ പറയുകയാണ്, तब कहता है, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, मेरे अंदर मेरे आत्मा में एकदम आग उड़ा, അപ്പോൾ ഞാൻ നാവിട് സംസാരിച്ചു. तब मैंने अपने जीव से बातें किया। പ്രൈസ് ദി ലോർഡ്. प्रेज लॉर्ड। നമ്മൾ ചെല്ലുമ്പോൾ കൂട്ടായ്മയുടെ ആശയവും വാക്കുകളും അവൻ തരികയാണ്. प्रियो, हम जब प्रभु की उपस्थिति में जाने के समय में हमारे दिल में भावना, विचार और बातें, शब्द तक प्रभु देता है। അതാണ് എന്റെ ഹൃദയത്തിലെ ധ്യാനവും എന്റെ വായിലെ വാക്കുകളും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. इसलिए दावीद 19 भजन संहिता 14 वचन में कहता है कि मेरा दिल की विचार, मेरा होठों का शब्द तेरे लिए ग्रहण योग्य हो। നോക്കുക, എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു, ये सारी बात प्रभु की ओर से आता है എന്നിട്ട് നമ്മിൽ നിന്ന് ദൈവത്തിലേക്ക് പോകും. और हमारे से प्रभु की ओर जाता है। അവന്റെ ജ്ഞാനം എത്ര വലുത്, वो उसका ज्ञान कितना बड़ा നമ്മളെ है। സേവിക്കുന്ന ദൈവം എത്ര വലിയവൻ. प्रियो, हम जिस प्रभु का सेवा करता है वो परमेश्वर कितना महान है। നമ്മുടെ സ്വന്തം ആശയവും വാക്കുകളും പോലും ദൈവം കൊണ്ടുവരണം, അതുപോലെ ദൈവം തരികയാണ്. प्रियो, हमें प्रभु की उपस्थिति में बोलने के लिए हमारा खुद का शब्द, खुद का ज्ञान की बात लेकर नहीं आना, वो बात तक प्रभु अपने आत्मा के द्वारा हमें देता है। അപ്പോൾ കൊട്ടയിൽ വെച്ച്, इस हमारे टोकरी में लेकर, നിലവിലുള്ള മഹാപുരോഹിതന്റെ അടുക്കൽ വെച്ച്, जो अभी हमें कार्य करने के लिए दिया हुआ महायाजक के उस निकट में लाकर ഈ നന്മ തന്ന യഹോവയെ നമസ്കരിക്കണം. ये सारे आशीष दिया हुआ उस प्रभु की आराधना करना। കർത്താവ് നമ്മളെ കർത്താവിനാണ് വിളിച്ചിരിക്കുന്നത്. प्रियो, प्रभु ने हमें उसके लिए बुलाया है। കർത്താവ് സഹായിക്കട്ടെ. प्रभु आप सबको बहुत आशीष दे। प्रभु का अनुग्रह आप सबके साथ। ആമേൻ. आमीन।